ഷലോം. ഞാൻ റീന ഫ്രാൻസിസ് എറുഷലേമിൽ നിന്നും. ഈ സമയത്ത് ലൈവ് വന്നാൽ ലൈവിൽ ആൾ കാണില്ല എന്നുള്ളത് എനിക്ക് നല്ല വൃത്തിയാണ് അറിയാം. എങ്കിൽ പോലും ഞാൻ ലൈവ് വന്നത് എന്തിനാന്ന് വെച്ചാൽ ഞാൻ നാളെ ചിലപ്പോൾ എനിക്ക് ലൈവ് ചെയ്യാൻ സമയം കിട്ടിയെന്ന് വരത്തില്ല. നാളെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയേണ്ടതായിട്ടുള്ളത് കൊണ്ട് ഞാൻ ലൈവ് ചെയ്തിട്ടേക്കാം. പിന്നീടാണെങ്കിലും നിങ്ങൾക്ക് കയറി കാണാമല്ലോ. അതുകൊണ്ടാണ് ഈ സമയത്ത് ഈ രാത്രിയിൽ ഞാൻ ലൈവ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ വിദേശ രാജ്യങ്ങളിലായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ ഉണർന്നിരിക്കുന്നവർ കാണുമായിരിക്കും, കുറച്ച് പേരെങ്കിലും. അവർ കാണുന്നവർ കാണട്ടെ, അല്ലാത്തവർ ഞാൻ ലൈവ് ചെയ്തിടാം, പിന്നീട് നിങ്ങൾ കണ്ടോളൂ. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് ഈ ലൈവ് ചെയ്യുന്നത് തന്നെ. ചില കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ പൊതുസമൂഹം എന്നും മന്ദബുദ്ധികളായി പൊട്ടക്കിണറ്റിലെ തവളകളെ പോലെ ജീവിക്കാൻ സാധ്യതയുണ്ട്. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അയ്യോ, നിങ്ങളൊന്നും ഉറങ്ങിയില്ലേ? അപ്പോൾ കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടില്ലേ? ഞാൻ കരുതി ആരും ഉണ്ടാകത്തില്ല, ലൈവ് ചുമ്മാ ചെയ്തെങ്കിലും ഇട്ട് വെച്ചേക്കാം, രാവിലെ കാണുന്നവർ കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ലൈവ് ചെയ്തത് തന്നെ. അപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയേണ്ടതായിട്ടുണ്ട്. ചില വിഷയങ്ങൾ ജനസമൂഹത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ആ ഉത്തരവാദിത്വം എല്ലാവരും ഏറ്റെടുത്ത് ചെയ്യാറില്ല. അപ്പോൾ ചെയ്യേണ്ട ഒരു കടമ ഉള്ളത് കൊണ്ട് ഞാനങ്ങ് ചെയ്യുക. ഞാനൊരു വീഡിയോ നിങ്ങളെ കേൾപ്പിക്കാവേ. ഇത് നമ്മുടെ അലിയാർ ഹാസ്മിയാണ്. നമ്മുടെ ഹാസ്മിക്ക് എന്തോ പറയാനുണ്ട്, നമ്മുടെ മൊയ്ലിയാറിന് എന്തോ പറയാനുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് കേൾക്കണേ. നമ്മുടെ പള്ളികളും നമ്മുടെ മദ്രസകളും എല്ലാം നമ്മുടെ കാരണവന്മാരും അവരുടെ സമ്പാദ്യം മാറ്റിവെച്ചുകൊണ്ട് കെട്ടിപ്പടുത്ത ഇതെല്ലാം പിടിച്ചെടുത്ത് അന്യാധീനപ്പെടുത്തി എടുക്കാൻ ഈ രാജ്യത്തിന്റെ ഭരണകൂട ശക്തികളുടെ പിന്തുണയോടുകൂടി രാജ്യത്ത് ശ്രമം നടന്നുകൊണ്ടിരിക്കുക. ഇത് വലിയ പ്രതിസന്ധിയാണ്. എന്തോ അലിയർ ഹാസ്മി പറഞ്ഞ നമ്മുടെ പൂർവ്വപിതാക്കന്മാരും ഒന്നുകൂടി കേൾപ്പിക്കാവേ. നമ്മുടെ പള്ളികളും നമ്മുടെ മദ്രസകളും എല്ലാം നമ്മുടെ കാരണവന്മാരും അവരുടെ സമ്പാദ്യം മാറ്റിവെച്ചുകൊണ്ട് കെട്ടിപ്പടുത്ത ഇതെല്ലാം പിടിച്ചെടുത്ത് നമ്മുടെ പള്ളികളും നമ്മുടെ മദ്രസകളും എല്ലാം നമ്മുടെ കാരണവന്മാർ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. പറഞ്ഞു മനസ്സിലായോ? കാരണവന്മാര് അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. അലിയാർ ഹാസ്മിയെ തള്ളുമ്പോ ഒരു മയത്തിലൊക്കെ തള്ളുന്നത് പോലെ ഇങ്ങനെ തള്ളാതെ എടുക്കാൻ ഈ രാജ്യത്തിന്റെ ഭരണകൂട ശക്തികളുടെ പിന്തുണയോടുകൂടി രാജ്യത്ത് ശ്രമം നടന്നുകൊണ്ടിരിക്കുക. ഇത് വലിയ പ്രതിസന്ധിയാണ്. ഇത് നമ്മുടെ ഇടയിൽ ബുദ്ധിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ചില ശക്തി പള്ളികളും നമ്മുടെ മദ്രസകളും എല്ലാം നമ്മുടെ കാരണവന്മാരും അവരുടെ സമ്പാദ്യം മാറ്റിവെച്ചുകൊണ്ട് കെട്ടിപ്പടുത്ത ഇതെല്ലാം പിടിച്ചെടുത്ത് അന്യാധീനപ്പെടുത്തി എടുക്കാൻ ഈ രാജ്യത്തിന്റെ ഭരണകൂട ശക്തികളുടെ പിന്തുണയോടുകൂടി രാജ്യത്ത് ശ്രമം നടന്നുകൊണ്ടിരിക്കുക. ഇത് പിടിച്ചെടുത്ത് അന്യാധീനപ്പെടുത്താൻ ഈ രാജ്യത്തിന്റെ ഭരണകൂട ശക്തികള് അങ്ങ് ഭയങ്കരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടേ അതായത് തക്കിയ കുട്ടന്മാർക്ക് തക്കിയ പറഞ്ഞ് മദ്രസ പൊട്ടന്മാരെ പറ്റിക്കാൻ പറ്റും. അങ്ങനെ മദ്രസ പൊട്ടന്മാരെ പറ്റിച്ച് ഇത്രയും കാലം പറ്റിച്ചു വെച്ചുകൊണ്ടിരുന്നു. ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിൻ്റെയൊക്കെ തലച്ചോറ് വർക്ക് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി ഈ മദ്രസ പൊട്ടന്മാരെങ്കിലും പറ്റിച്ച് അവരെ കൊണ്ടെങ്കിലും തെരുവിലിറക്കി നമുക്ക് എന്തെങ്കിലും കലാപരിപാടി ഒഴിപ്പിക്കാമോ എന്നാണ് അലിയാർ ഹാസ്മി ചിന്തിക്കുന്നത്. തള്ളിക്കോ, ഇനിയും തള്ളാനുണ്ട്, തള്ളിക്കോ. ഇത് നമ്മുടെ ഇടയിൽ ബുദ്ധിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ചില ശക്തികൾ ഇപ്പൊ ശ്രമിക്കുന്നുണ്ട്. വഖഫൊക്കെ നമ്മള് മുഗളന്മാരുടെ കാലഘട്ടത്തില് നമ്മൾക്ക് മുഗളന്മാര് പതിച്ചു തന്നതാണ്, അതൊക്കെ തിരിച്ചു പിടിക്കേണ്ടതാണെന്നൊക്കെ പറഞ്ഞ് ചില മത നേതാക്കന്മാരും അതിനകത്ത് കൂട്ടുചേരുന്നു. ഞാന് ദീപിക പത്രത്തിൽ ഒരു ഫാദർ എഴുതിയിരിക്കുന്നു. എത്ര മാന്യന്മാരായിരുന്നു നമ്മുടെ കച്ചവടം. വർഗീയത അവര് പറയുന്നത് അതൊക്കെ തിരിച്ചു പിടിക്കേണ്ടതാണെന്നൊക്കെ പറഞ്ഞ് ചില മത നേതാക്കന്മാരും അതിനകത്ത് കൂട്ടുചേരുന്നുണ്ട്. ഞാന് ദീപിക പത്രത്തിൽ ഒരു ഫാദർ എഴുതിയിരിക്കുന്നു. ഞാൻ അന്തം വിട്ടുപോയി. എത്ര മാന്യന്മാരായിരുന്നു. ഒരു ഫാദർ എഴുതിക്കുന്നുണ്ട്, ഞാൻ അന്തം വിട്ടുപോയി. കാരണം ഇത്രയും കാലം പൊട്ടന്മാരായിട്ട് മതേതരവും പറഞ്ഞ് മതസൗഹാർദ്ദവും പറഞ്ഞ് നമ്മൾ പറ്റിച്ച് വെച്ചിരുന്ന പാതന്മാർക്കെല്ലാം ബുദ്ധി തെളിയാൻ തുടങ്ങി. അവർ സത്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. അതോടുകൂടി നമ്മൾ അന്തം വിട്ടുപോയി. അതോടുകൂടി അന്തം വിട്ടുപോയി. പിന്നെ അച്ഛന്മാരൊക്കെ ഇന്നിപ്പോ വാ തുറന്ന വർഗീയത അവർ പറയുന്നത് നിയമസാധുതയുള്ള കൊള്ള സംഘമാണെന്ന്. സത്യമല്ലേ? നിയമസാധുതയുള്ള കൊള്ള സംഘമാണ്. സത്യമല്ലേ? അതുകൊണ്ട് ഭേദഗതികൾ നടപ്പാക്കി പിടിച്ചെടുക്കണമെന്ന്. അപ്പൊ ഞാനൊന്ന് ഓർത്തു പോവുകയാണ്. എന്നിട്ട് പറയാം മുഗളന്മാർ കൊടുത്തന്ന്. അങ്ങനെയാണ് ഞാൻ കാഞ്ഞിരപ്പള്ളിയിലുണ്ടായിരുന്നു. അവിടെ ഒരു ST കോളേജ് ഉണ്ട്. അതുപോലെ തന്നെ ആലുവയിലുണ്ട്, യൂണിയൻ ക്രിസ്ത്യൻ കോളേജ് ഉണ്ട്.
അതുപോലെ തന്നെ ചങ്ങനാശ്ശേരിയിലുണ്ട്, SP കോളേജ് ഉണ്ട്. ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതും അവർ പോയപ്പോ അച്ഛന്മാരുടെ കസ്റ്റഡിയിലിരിക്കുന്ന. എന്തു അലിയാർ ഹാസ്മി ഇങ്ങനെ തള്ളുന്നേ? ഷേ, അലിയാർ ഹാസ്മിക്ക് തള്ളി മറിച്ച് മദ്രസ പൊട്ടന്മാരെ ഇപ്പൊ പറഞ്ഞു പഠിപ്പിക്കാൻ അലിയാർ ഹാസ്മി ചിന്തിക്കുന്നത് ബ്രിട്ടീഷുകാരുണ്ടാക്കി കൊടുത്തത് ക്രിസ്ത്യാനിയെയും ക്രിസ്തീയ മതവും പിന്നെ ക്രിസ്തീയ സ്ഥാപനങ്ങളൊക്കെ എന്നാണ് അലിയാർ ഹാസ്മി തള്ളി മറിക്കുന്നത്. മനസ്സിലായോ? മുഗളന്മാരെ നമ്മൾ പിടിച്ചാൽ ക്രിസ്ത്യാനികളെ ഞങ്ങളുടെ അതിനും താഴെ വന്ന് ബ്രിട്ടീഷുകാരെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ പുട്ടിയടിച്ച് മാനേജ് ചെയ്യുന്ന നമ്മുടെ എന്താ പറയുക അലിയാർ ഹാസ്മിയുടെ എന്താ പറയാ ആഗ്രഹം ബ്രിട്ടീഷുകാർ കൊടുത്തതാ ഇതൊക്കെ. ആർക്ക്? ക്രിസ്ത്യാനികൾക്ക്. കാരണം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണല്ലോ. 100 വർഷങ്ങൾക്ക് മുൻപാണ് ക്രിസ്ത്യാനികൾ ഇന്ത്യക്കകത്ത് വന്നതേ. ക്രിസ്തീയ സ്ഥാപനങ്ങളൊക്കെ ഇന്ത്യയിൽ വന്നു തുടങ്ങിയതും ക്രിസ്ത്യാനികൾ ഇന്ത്യക്കകത്ത് താമസിച്ചു തുടങ്ങിയതൊക്കെ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ പോർച്ചുഗീസുകാരുടെ കൂടെ കയറി വന്നതാ. അതിനുമുമ്പൊന്നും ഇവിടെ ക്രിസ്ത്യാനികളൊന്നുമില്ല. പിന്നെ ആരുണ്ടായിരുന്നു? നമ്മന്റെ പൂർവന്മാരൊക്കെ ഉണ്ടായിരുന്നു. കാരണവന്മാരെല്ലാം പെറ്റുവരികയായിരുന്നു. മുഹമ്മദ് ജനിച്ചത് എവിടെയാണെന്നറിയാമോ? കേരളത്തിലാണ്. നമ്മുടെ മുഹമ്മദ് കോയ ജനിച്ചത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ മലപ്പുറത്താണ് ജനിച്ചത്. അങ്ങനെ മലപ്പുറത്ത് മുഹമ്മദ് കോയ ജനിച്ചു. അവിടെ നിന്ന് പൂർവന്മാർ പെറ്റുപെരുകി ഉണ്ടാക്കി. അവിടെ നിന്നാണ് പിന്നെ മദീനയ്ക്കൊക്കെ പോയത്. ചരിത്രം നമുക്ക് അങ്ങനെയും കൂടി വേണമെങ്കിൽ തിരുത്താവുന്നേ. വിഷമിക്കണ്ട. എത്രയും കടം തള്ളുമ്പം അങ്ങനെയും കൂടി കുറച്ചുകൂടി തള്ളിയാൽ കുറച്ച് ഗുണം ചെയ്ത്. അതൊന്നും പിടിച്ചെടുക്കണമെന്ന് ഇതൊന്നും വക്കഫീതൊന്നും അല്ലല്ലോ. ഞങ്ങൾ ഇത് ഭരിക്കുകയുള്ളൂ. ആ നിയമത്തിൽ ഈ ഭരണഘടന പോലും ഞങ്ങൾക്ക് വിധേയമല്ല എന്ന് പരസ്യമായി പറഞ്ഞ് ഇന്നും മുന്നോട്ട് കൊണ്ടുപോകുന്നവരാ. എന്നിട്ടും മുസ്ലിങ്ങളായി നമ്മൾ പറഞ്ഞില്ല ഇതൊക്കെ പിടിച്ചെടുക്കണം. അയ്യോ കഷ്ടം. എന്നിട്ടും അവരുടെ മുഖപത്രത്തിൽ, ദീപിക പത്രത്തിൽ ഒരു അച്ഛൻ പേര് വെച്ച് മുഖപ്രസംഗം എഴുതിയിരിക്കുകയാണ് വഖഫ് സ്വത്തുകൾ പിടിച്ചെടുക്കണമെന്ന്. ഓക്കെ, വെറുതെ നമുക്കിടയിൽ വിള്ളലുണ്ടാക്കാൻ കുറെ ശക്തികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. പക്ഷെ അത് മുഴുവൻ ക്രിസ്ത്യാനികളുടേതുമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച് നമ്മൾ നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങളുടെ വെറുപ്പ് നമ്മൾ ഇന്ന് വരെ. അയ്യോ, എന്തോന്ന് ക്രൈസ്തവ സഹോദരങ്ങളോ? നിങ്ങൾക്ക് എങ്ങനെയാടാ അലിയാർ ഹാസ്മി? പോട്ടാ മരമണ്ട അലിയാർ ഹാസ്മി, നീ ഖുർആൻ വായിക്കുന്നവനാണെങ്കിൽ നീ ആ ഖുർആന്റെ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ക്രിസ്ത്യാനിയെയും ഹിന്ദുക്കളെയും മുസ്ലിം യഹൂദന്മാരെയും ആത്മമിത്രമായി സ്വീകരിക്കരുതെന്ന് പറഞ്ഞ് നിന്റെ ഖുർആന്റെ പുസ്തകത്തിലിരിക്കുമ്പം നിനക്ക് എങ്ങനെയാണ് ക്രിസ്ത്യൻ സഹോദരങ്ങൾ ഉണ്ടാകുന്നത്? ഇത് ആരെ തക്കിയെ പറഞ്ഞ് പഠിപ്പിക്കുന്നു? തക്കിയെ കുട്ടാ. ഇല്ല, ഇതെന്തുവാ? നിങ്ങളുടെ ഉദ്ദേശം എന്തുവാണ്? ഒന്നിലും നിങ്ങൾ ഖുർആൻ വലിച്ചെറിഞ്ഞ് കക്കൂസി കൊണ്ടിട്ട് ഫ്ലഷ് ചെയ്യും. ഖുർആന്റെ പുസ്തകത്തിൽ പലതും എഴുതും. ഞങ്ങളതനുസരിക്കേണ്ട ബാധ്യതയൊന്നുമില്ല. ഞങ്ങൾ ഞങ്ങളുടെ ക്രിസ്ത്യൻ സഹോദരങ്ങളെ കെട്ടിപ്പിടിച്ച് ആത്മമിത്രമായി കൊണ്ടു നടക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾ നെളിഞ്ഞു നടാം. പിന്നെ ഖുർആന്റെ പുസ്തകത്തിനകത്ത് അവരെ ആത്മമിത്രമായി സ്വീകരിക്കരുതെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് പിന്നെ ആരടുത്ത് തക്കിയെ പറഞ്ഞ് ഈ സ്നേഹം നടിക്കുകയാണ് നിങ്ങൾ. എന്നിട്ട് തള്ളാഹുവിന്റെ നാട്ടി സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഇരിക്കുക. തള്ളാഹുവിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും നിങ്ങൾ ആത്മമിത്രമായി സ്വീകരിക്കരുത്. അവർ തമ്മിൽ ആത്മമിത്രങ്ങളാകുന്നു. അങ്ങനെ നിങ്ങൾ ആത്മമിത്രങ്ങളായി അവരെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവും എന്ത് ചെയ്യും? അവരെ പോലെ നിങ്ങളെ ആക്കിക്കളയും. പിന്നെ നിങ്ങൾ നരകത്തിലെ വിറക് കൊള്ളിയെന്നാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അലിയാർ ഹാസ്മി ഏത് സ്വർഗവും കാത്തായിരിക്കുന്നത്? ക്രിസ്ത്യാൻ സഹോദരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തക്കിയ കുട്ടന്മാരെ തള്ളി മറിക്കില്ലേ നിങ്ങൾ? എന്നിട്ടും അത് പിടിച്ചെടുക്കാൻ നമ്മൾ ഇതുവരെ പറഞ്ഞില്ല. പക്ഷേ BJP ഗവൺമെന്റ്, മുസ്ലിം വിരോധികളായ ഗവൺമെന്റ്, അവർക്ക് ശത്രുത മാത്രമേ നമ്മളോടുള്ളൂ. ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ഗവൺമെന്റ് ഭേദഗതികൾ കൊണ്ടുവന്ന് ദേവസ്വം ബോർഡിലോ അതുപോലെ തന്നെ ക്രിസ്ത്യൻ സ്വത്തുകളിലോ ഒന്നും അഹിന്ദുക്കളോ അക്രിസ്ത്യന്മാരോ വേണ്ട. മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്തിൽ 2 മുസ്ലിങ്ങളല്ലാത്തവർ വേണമെന്ന് ക്ലോസ് ചെയ്ത് ചേർത്ത് വയ്ക്കുക. മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്തിൽ മുസ്ലിങ്ങൾ അല്ലാത്തവരെ വെക്കണം. മുസ്ലിങ്ങളുടെ വഖഫ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ്, സമ്മതിച്ച്. അത് മുസ്ലിം മതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ വഖഫിന്റെ നിയമവുമായി ബന്ധപ്പെട്ട് വഖഫ് സ്വത്തിനെ ട്രൈബ്യൂണൽ ഒരു വഖഫ് ബോർഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് മുസ്ലിം മതവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അത് ഇന്ത്യൻ ഭരണഘടനയോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണെന്നുള്ളത് അലിയാർ ഹാസ്മിക്ക് ആരെങ്കിലും പഠിപ്പിച്ചു കൊടുക്കണോ? അലിയാർ ഹാസ്മിയെ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് അത് മതവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതറിയത്തില്ലായിരുന്നു അലിയാർ ഹാസ്മിക്ക്. എന്നാൽ പോയിരുന്ന് കുത്തിയിരുന്ന് പഠിക്കണം. വഖഫ് ബോർഡ് എന്ന് പറയുന്നതും മതവുമായി യാതൊരു ബന്ധവും കലർത്താൻ പാടില്ല. പിന്നെ ഇങ്ങനെയാ മുസ്ലിം മതവും എന്നിട്ട് മുസ്ലിം മതത്തിന്റെയും മുസ്ലിമിനെ നമ്മൾ തള്ളി മറിക്കുന്നത്. വഖഫ് ബോർഡിനകത്താണ് കാരണം ഈ വഖഫ് ബോർഡിനകത്ത് അമുസ്ലിങ്ങളായ ഇവരെ 2 പേരെയും കൂടി വെക്കണമെന്ന് പറയാൻ കാരണം
മൻമോഹൻ സിംഗ് 2013 കൊണ്ടുവന്ന വഖഫ് നിയമ ഭേദഗതിയുടെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഇവർക്ക് ഏത് സ്വത്തിനെയും, അത് ഹിന്ദുവിൻ്റെ ആകട്ടെ, അത് ക്രിസ്ത്യാനിയുടേതാകട്ടെ, അത് വഖഫിൻ്റെ ആണെന്ന് അവർക്ക് തോന്നിയാൽ മതി, അത് വഖഫ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അത് ക്രിസ്ത്യാനിയുടെ സ്വത്ത് നിങ്ങൾ പിടിച്ചെടുക്കുമ്പോഴും ഹിന്ദുവിന്റെ സ്വത്ത് നിങ്ങൾ പിടിച്ചെടുക്കുന്ന സമയത്തും പിന്നെ വഖഫ് ബോർഡിനകത്ത് ക്രിസ്ത്യാനിയുടെയും ഹിന്ദുക്കളുടെയും ആളുകൾ വരണമെന്ന് ചിന്തിക്കുന്നതിനകത്ത് എന്തോ തെറ്റിരിക്കുന്നേ? അല്ല, എന്തോ തെറ്റിരിക്കുന്നേ? എൻ്റെ സഹോദരങ്ങളെ, ഈ അലിയാർ ഹാസ്മി പറയുകയാണ്, ജനങ്ങളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുക, ആരോട്? ഇസ്ലാമിക സമൂഹത്തെ തീവ്രവാദത്തിന് ഇറക്കിവിടണ്ടേ? മതപുരോഹിതന്മാർ എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് ഇവന്മാർ ഇറങ്ങി നിന്നുകൊണ്ട് ഇങ്ങനെ വർഗീയത പറഞ്ഞാണല്ലോ തീവ്രവാദത്തിന് ഇറക്കി വിടുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ തീവ്രവാദം പറയുമ്പോൾ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ലേ, നമ്മുടെ സ്വത്തുക്കളെ പിടിച്ചോണ്ട് പോകാൻ പോകുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇവരെ പേടിപ്പിക്കുന്നത്. ഇതാണ് മുമ്പും ചെയ്തുകൊണ്ടിരുന്നത്. ഈ CAA നടപ്പാക്കാൻ പോകുന്ന സമയത്തും ഹിന്ദുക്കളെല്ലാം മുസ്ലിങ്ങളെല്ലാം ഇവിടുന്ന് അടിച്ച് പുറത്താക്കും, നമ്മുടെ സിറ്റിസൺഷിപ്പ് നമുക്ക് കിട്ടത്തില്ല, ആനയാണ് പൂനിയാണെന്നൊക്കെ പറഞ്ഞു നോക്കി, തള്ളി മറിച്ച് നോക്കി. ഇപ്പൊ അടുത്ത തള്ളും കൊണ്ട് ഇറങ്ങിയിരിക്കുക. എന്തുവാ? വഖഫ് സ്വത്തിന് വഖഫ് ബോർഡിലേക്ക് മുസ്ലിങ്ങളെ വെക്കും. നിങ്ങൾ കൈവയ്ക്കുന്നത് ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെ സ്വത്തിനകത്താവുമ്പോഴത്തേക്കും പിന്നെ വഖഫ് ബോർഡിനകത്ത് അതിന് ഞങ്ങൾ വന്ന് നിങ്ങളുടെ മുമ്പിൽ കരയണമെന്ന് അതിനകത്ത് വെച്ചിരിക്കുന്നത്. ഇവർ ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെയും സ്വത്തിനകത്ത് കൈവയ്ക്കുമ്പോൾ ആ ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെയും സ്വത്ത് ഇവർ കൈവയ്ക്കുമ്പോൾ ഇവരുടെ മുമ്പിൽ വേണം പോയി കരയാനായിട്ട്. അങ്ങനെയാ നിയമം വെച്ചിരിക്കുന്നത്. അങ്ങനെ നിയമം വെക്കുമ്പോൾ അവിടെ നിങ്ങൾ മുസ്ലിങ്ങൾ മാത്രമായി ഇരിക്കുന്നിടത്ത് എന്ത് നീതി ഞങ്ങൾക്ക് നടപ്പാക്കി കിട്ടാനാ? അപ്പോൾ അവിടെ ക്രിസ്ത്യാനിയും ഹിന്ദുവും ആരെങ്കിലുമൊക്കെ അതിനകത്ത് വേണമെന്ന് ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ, കേന്ദ്ര സർക്കാർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല തീരുമാനം തന്നെയാണ്. വഖഫ് നടക്കുന്നത്, വഖഫ് ബോർഡും വഖഫും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതുപോലെയല്ലല്ലോ. ഏതാണ്? ദേവസ്വം ബോർഡ് പോലെ അല്ലല്ലോ. ദേവസ്വം ബോർഡ് കാണുന്ന ഭൂമി മുഴുവനും ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ഭൂമി തിരക്കി നടക്കുന്നില്ലല്ലോ. ദേവസ്വം ബോർഡുകാർ ഞങ്ങളുടെ ഭൂമിയാണേ, പണ്ട് ഞങ്ങളുടെ രാജാക്കന്മാർ അമ്പലങ്ങൾക്ക് എഴുതി കൊടുത്തതാണേ, തിരിച്ചതായേ എന്ന് പറഞ്ഞ് കരഞ്ഞു ചോദിക്കുന്നില്ലല്ലോ. അവർക്കൊന്നും ഈ നിയമം ഉണ്ടാക്കി വെച്ചിട്ടില്ലല്ലോ. ദേവസ്വം ബോർഡുകാർക്ക് ഇന്ത്യയിലുള്ള ഏത് സ്വത്തും അവകാശപ്പെടാമെന്നുള്ള നിയമം ഉണ്ടാക്കി കൊടുത്തിട്ടില്ലല്ലോ. എന്തിനാ അലിയാർ ഹാസ്മിയെ ഈ ജനങ്ങളെ മുഴുവനും കള്ളം പറഞ്ഞ് പഠിപ്പിച്ച അലിയാർ ഹാസ്മി വീണ്ടും വീണ്ടും തീവ്രവാദത്തിന് ഇറക്കി വിടുന്നത്? കുറെ സിറിയയിലേക്ക് ആട് മേയ്ക്കാൻ കുറച്ച് പേരെ ആവശ്യമുണ്ടോ? എന്നാ അത് ഇറാൻ വിളിച്ചോണ്ടിരിക്കുന്നു. ഇറാന്റെ മിസൈൽ പൊട്ടിക്കാനായിട്ട് ആളില്ല പോലും. എന്നാൽ അലിയാർ ഹാസ്മി കുറച്ചുപേരെ ഇവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞു വിട്ടു ഇറാനിലോട്ട് കരഞ്ഞു മെഴുകാൻ വേണ്ടിയിട്ട്. സാമാന്യ ബുദ്ധിക്ക് പോലും നിരക്കാത്ത വിധത്തിൽ ഇത്തരത്തിലുള്ള വ്യവസ്ഥകളൊക്കെ വെക്കാൻ കാരണം എന്താണെന്നറിയോ? വഖഫ് നമ്മൾ വേണ്ടത്ര കാത്തു സൂക്ഷിച്ചില്ല. നമ്മുടെ കൈവശം ഇരുന്ന കേട്ടോണേ, കാപ്പാട് 400 ഏക്കർ ഭൂമി അത് കാരണവന്മാർ വഖഫ് ചെയ്തതാണ്. അതിനകത്ത് ചർച്ചകളുണ്ട്, ഹിന്ദുക്കളുടെ ക്ഷേത്രമുണ്ട്. ഇനിയിപ്പോ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി കാര്യമില്ല. അത് മുനമ്പത്തെ ഭൂമിയുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 400 ഏക്കർ ഭൂമി കാരണവന്മാർ വഖഫ് ചെയ്ത് വെച്ചതാ. ഏത് കാരണവൻ വഖഫ് ചെയ്ത് വെച്ചു? ഏത് കാരണവൻ വഖഫ് ചെയ്ത് വെച്ചു? ഈയിടെ രാജാവിന്റെ കയ്യിൽ നിന്നും പാട്ടത്തിന് സിദ്ദിഖ് സേഠ് പാട്ടത്തിന് വാങ്ങിച്ച ഭൂമി സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഈ പാട്ടഭൂമി എങ്ങനെയാണ് ഗവൺമെന്റിന്റെ കയ്യിൽ പോകാതെ വഖഫിന്റെ കയ്യിലേക്ക് വന്നു? സിദ്ദിഖ് സേഠ് എന്ന് പറയുന്ന ആള് രാജാവിന്റെ കയ്യിൽ നിന്നും അത് പാട്ടത്തിന് വാങ്ങിച്ച ഭൂമിയാണ്. ഈ പാട്ടഭൂമി സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ആരുടെ കയ്യിലാണ് പോകേണ്ടത്? ഗവൺമെന്റിന്റെ കയ്യിൽ പോകേണ്ട ഭൂമിയാണ്. ഇതെങ്ങനെയാണ് ആരുടെ കയ്യിൽ വന്നത്? സിദ്ദിഖ് സേഠിന് ഫറൂഖ് കോളേജിലേക്ക് എഴുതി കൊടുക്കാൻ പറ്റുന്നത്, വഖഫ് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ അതിനകത്ത് കളിച്ച കളിയാരാണ്? മുസ്ലിം ലീഗ്. അന്ന് കോൺഗ്രസും മുസ്ലിം ലീഗും ഭയങ്കര കയ്യ. അവർ രണ്ടുപേരും ദോസ്ത. അങ്ങനെ ജവഹർലാൽ നെഹ്റുവും കൂട്ടരും എല്ലാം കൂടി ചേർന്ന് എന്ത് ചെയ്തു? വഖഫിന് ഭയങ്കര അധികാരം കൊടുത്തു. ഇന്ത്യക്കകത്തുള്ള ഇസ്ലാമികമായിട്ട് കിടക്കുന്ന മുഗളന്മാർ വന്ന് പിടിച്ചെടുത്ത സ്ഥലങ്ങൾ മുഴുവനും എന്ത് ചെയ്തു? അവരുടെ വഖഫാക്കി എന്ത് ചെയ്തു? ഗവൺമെന്റ് അവിടെ മുസ്ലിങ്ങൾക്കായിട്ട് മാത്രമാക്കി എന്ത് ചെയ്തു? അവർ കൊടുത്തു. ഇതാണ് ജവഹർലാൽ നെഹ്റു ചെയ്ത കൊടും ചതി. ഇവിടെ നാട്ടിൽ കിടന്ന അറബ് നാട്ടിൽ കിടന്നവന്മാർ ഇവിടെ കയറി വന്ന് ഇന്ത്യയെ ആക്രമിച്ച് കൊന്ന് കീഴടക്കി. അത് ഞാൻ ചരിത്രം പറയാം, നിങ്ങളിതൊന്ന് കേട്ട് തീരട്ടെ. അറിഞ്ഞോണ്ട് വിട്ടുകൊടുത്ത മുത്തവല്യമാരത് സൂക്ഷിച്ചില്ല. അതുകൊണ്ട് സംഭവിച്ചതാ. നമ്മൾ നമ്മുടെ വഖഫ് സൂക്ഷിക്കുന്നതിൽ കാണിച്ച അനാസ്ഥയാണ്. ഇപ്പൊ നമ്മൾ തിരിച്ചു പിടിക്കാൻ പോയാൽ തിരിച്ചു കിട്ടുക പോലും ചെയ്യില്ല. അപ്പൊ നമ്മുടെ അറിയാല്ലേ, നമ്മൾ ആരുടെയും പിടിച്ചെടുത്തിട്ടില്ല. ഒരു ക്രിസ്ത്യാനിയുടെയും ഒരു ഹിന്ദു നമ്മൾ പിടിച്ചെടുത്താൽ നമുക്ക് അതുകൊണ്ട് സംഭവിച്ചതാ. നമ്മൾ നമ്മുടെ വഖഫ് സൂക്ഷിക്കുന്നതിൽ കാണിച്ച അനാസ്ഥയാണ്.
ഇപ്പൊ നമ്മൾ തിരിച്ചു പിടിക്കാൻ പോയാൽ തിരിച്ചു കിട്ടുക പോലും ചെയ്യില്ല. അപ്പം നമ്മുടെ അങ്ങോട്ട് നഷ്ടപ്പെട്ടിട്ടുള്ളതല്ല, നമ്മൾ ആരുടെയും പിടിച്ചെടുത്തിട്ടില്ല. ഒരു ക്രിസ്ത്യാനി നമ്മൾ അങ്ങോട്ട് നഷ്ടപ്പെടുത്തിയിട്ടുള്ളതല്ല, പിന്നെയും നമ്മൾ ആരുടെയും പിടിച്ചെടുത്തിട്ടില്ല പോലും. നമ്മൾ അങ്ങോട്ട് നമ്മുടെ തലം കളയുകയാണ്, നഷ്ടപ്പെട്ട് ചെയ്യുകയാണ്. കാരണം മദീനയിൽ നിന്ന് കൊണ്ടുവന്നു മുഹമ്മദ് കോയ. ഇന്ത്യ എന്ന് പറയുന്ന ഇപ്പൊ കാണുന്ന ആ മാപ്പില്ലേ, ആ ഇന്ത്യയുടെ മാപ്പ് എന്ന് പറയുന്നത് മദീനയിൽ നിന്ന് എടുത്തോണ്ട് വരികയായിരുന്നു മുഹമ്മദ് കോയ. അങ്ങനെ ബുറാക്ക് വാഹനത്തിലേക്ക് പോയില്ലേ ജെറുസലേമിലോട്ട് മുഹമ്മദ് കോയ. രാത്രിയിൽ ഉറക്കത്തിൽ കിടന്നപ്പോൾ ബുറാക്ക് വാഹനത്തിൽ ജെറുസലേം വരെ ചുമ്മാ കിടന്ന യഹൂദന്മാരുടെ തോളത്ത് കയറാൻ വേണ്ടി, മണ്ടയ്ക്കകത്ത് കയറാൻ വേണ്ടിയിട്ട് അവൻ അവിടെ ഇരുന്നപ്പോൾ തോന്നി യെരുശലേമിലോട്ടൊന്ന് പറന്നു വരണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ബുറാക്ക് വാഹനത്തിൽ യെരുശലേമിലേക്ക് പറന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ യെരുശലേമിന് അമ്മന്റെ വക്കഫായി. ഈ വിവരം കെട്ടവന്മാർ ഇങ്ങനെ വക്കഫ് ചെയ്യാൻ പോയി കഴിഞ്ഞാലുണ്ടല്ലോ, ഇന്ത്യ മഹാരാജ്യം കുട്ടിച്ചോറായി തീരും. പറഞ്ഞ മനസ്സിലായോ? മദീനയിൽ കിടന്നുറങ്ങിയവന് ബുറാക്ക് വാഹനത്തിലേക്ക് യെരുശലേമിൽ വരാൻ മോഹം തോന്നി. അങ്ങനെ യെരുശലേമിലേക്ക് വന്നപ്പോഴത്തേക്കും യെരുശലേം വക്കഫായി, മമ്മന്റെയായി. അതുവരയ്ക്കും യെരുശലേം എന്താണെന്ന് പോലും അറിയാത്തവന്മാരെ ഇവന്മാർ എവിടെ കിടക്കുക, സൗദി കിടക്കുക. സൗദിയും യെരുശലേമും എവിടെ കിടക്കുന്നു? അവൻ സ്വപ്നത്തിൽ കണ്ട യെരുശലേം പിന്നീട് നമ്മന്റെ വകയായി യെരുശലേം. ഇതുപോലെ ഇന്ത്യ എന്ന് പറയുന്ന മാപ്പ ഉണ്ടാക്കി വെച്ചു. മദീനയിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുത്തതാണ് ഇന്ത്യയുടെ ഭൂമി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളുടേതെല്ലാം ക്രിസ്ത്യാനികൾ ഹിന്ദുക്കൾ എടുത്തുകൊണ്ട് പോവുക, നമ്മൾ ആരുടെ എടുത്തുകൊണ്ട് പോകുന്നില്ല. മനസ്സിലായോ? ഇപ്പൊ മാനന്തവാടിയിൽ പണം കൊടുത്ത് വാങ്ങിച്ച ക്രിസ്ത്യാനിയുടെയും പിന്നെ ഹിന്ദുക്കളുടെയും ഭൂമി, അതുപോലെ ചാവക്കാട്ടെ ജനങ്ങൾ, ചെല്ലാനത്തെ, ഇതെല്ലാം നിങ്ങൾ അടിച്ചു മാറ്റി വെച്ചിരിക്കുക. ക്രിസ്ത്യാനികളെ എന്തിനാ നിങ്ങൾ അടിച്ചു മാറ്റി വെച്ചിരിക്കുന്നു? പാവം തള്ളാഹുവിന്റെ സ്ഥലങ്ങളൊക്കെ തിരിച്ചു കൊടു. മുഹമ്മദ് കാമഭ്രാന്തൻ പരശുരാമൻ വഴി എറിഞ്ഞ് കേരളം ഉണ്ടാക്കി എന്ന് പറഞ്ഞതുപോലെ മുഹമ്മദ് മാപ്പ് വരച്ചപ്പോൾ ഉണ്ടായതായി ഇന്ത്യ. അതുകൊണ്ട് എല്ലാ സ്വത്തും മുഹമ്മദിന്റെയാ. മനസ്സിലായോ? മദീനയിൽ കിടന്ന് ബുറാക്ക് വാഹനത്തിൽ യെരുശലേമിൽ വന്നു എന്ന് പറഞ്ഞതോടുകൂടി യെരുശലേം അവന്റെ സ്വത്തായി. അവൻ നമ്മന്റേതാണെന്ന് ഇപ്പൊ കരഞ്ഞുകൊണ്ടിരിക്കുക. യെരുശലേം ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക. ഇതുപോലെ അവിടെ മദീനയിൽ കിടന്ന് ആയിഷയുടെ കൂടെ ഒരു എന്ത് പറയുന്ന കുലിക്കിത്തീ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും തോന്നിയൊരു തോന്നല, ഒരു മാപ്പങ്ങ് വരച്ചേക്കാം, ഇന്ത്യയുടെ മാപ്പ്. ഇങ്ങനെ ഇന്ത്യയുടെ മാപ്പ് അങ്ങ് വരച്ചു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് പരശുരാമൻ വഴിയെറിഞ്ഞിട്ട് കേരളം ഉണ്ടാക്കിയതുപോലെ ഇന്ത്യയെ ഉണ്ടാക്കി ഇടുകയായിരുന്നു. ആര്? നമ്മന്റെ മുഹമ്മദ് കോയ. അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇന്ത്യ ആയതുകൊണ്ട് സ്വത്ത് മുഴുവൻ നമ്മുടേതാ. നമ്മളതൊക്കെ കൊടുക്കുകയായിരുന്നു. ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും അങ്ങനെ കൊടുക്കുകയായിരുന്നു. എന്ത് ചെയ്യാനാ? അല്ലേ ഹാസ്മി? കരഞ്ഞു. നമ്മൾ പിടിച്ചെടുത്താൽ നമുക്ക് പള്ളി വയ്ക്കാൻ പറ്റില്ല, അവിടെ മദ്രസ നടത്താൻ പറ്റില്ല, നമുക്ക് നിഷിദ്ധമാണ്. പടച്ചവനോട് സമാധാനം പറയും, നമുക്ക് നരകം കിട്ടും, നമ്മൾ സ്വർഗത്തിൽ പോകില്ല. അതെല്ലാം നമ്മുടെ ഒരു ഹിന്ദുവിന്റെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റത്തില്ല, ഒരു ക്രിസ്ത്യാനിയുടെ പിടിച്ചെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ തള്ളാഹുവിൻ നമുക്ക് സ്വർഗം തരത്തില്ല, നമ്മൾ നരകത്തിൽ പോകും. ഈശ്വരാ കഷ്ടം. കണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞ സത്യമല്ലേ? ഹിന്ദുവിൻ്റെ പിടിച്ചെടുക്കാൻ പാടില്ല, ഹിന്ദുവിൻ്റെതും ക്രിസ്ത്യാനിയുടേതും പിടിച്ചെടുക്കാൻ പാടില്ല. അപ്പൊ മുഗളന്മാരും ഒന്ന് പിടിച്ചെടുത്തൊന്നും ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെ അല്ല. അപ്പൊ ഞാൻ പറഞ്ഞതല്ലേ സത്യം? അവിടെ ഉറക്കത്തിൽ കിടന്നപ്പോഴത്തേക്കും മുഹമ്മദ് കോയയ്ക്ക് ആയിഷയുടെ കൂടെ കുലിക്കിത്തീ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും തോന്നിയതാണ് എന്തോ ഒരു മാപ്പ് വരയ്ക്കണം, അത് ഇന്ത്യ എന്നൊരു മാപ്പ്. അങ്ങനെ വരച്ച് ഇങ്ങനെ വറുത്തി വിട്ടപ്പോഴത്തേക്കും ഇന്ത്യ ഉണ്ടായി. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും താമസിച്ചുകൊണ്ടിരുന്ന ഇന്ത്യ ഒന്നും അല്ലത്. ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യ. നമ്മുടെ ന്യൂഡൽഹി സിനിമയ്ക്കകത്ത് മമ്മൂട്ടിയുടെ ഡയലോഗ് ഉണ്ടല്ലോ, എനിക്ക് ആ ഡയലോഗ് അറിയത്തില്ല. അങ്ങനെ ഉണ്ടായ ഒരു ഇന്ത്യ. അപ്പോൾ ആ ഇന്ത്യയിലോട്ട് എന്ത് ചെയ്യുക? ഹിന്ദുക്കളെ സ്വത്തുക്കളെ ഒന്നും പിടിച്ചെടുക്കാൻ പാടില്ല, നരകത്തിൽ പോകും. അപ്പൊ പിടിച്ചെടുത്താൽ മുഴുവൻ ആരുടെയാ? നമ്മുടെ മുഹമ്മദ് കോയ ഉണ്ടാക്കിയിട്ട ഇന്ത്യയാണ് നമ്മൾ എന്ത് ചെയ്തത്? നമ്മള് കാരണം സ്വർഗത്തിൽ പോകണമല്ലോ. മുഹമ്മദ് കോയ വലിച്ചെറിഞ്ഞ ഒരു മാപ്പാണ് ഇന്ത്യ ആയിട്ട് മാറിയത്. ഓക്കെ, അതുകൊണ്ട് വഖഫിന്റെ ഈ സ്വത്ത് മദ്രസ നടത്താൻ പറ്റില്ല നമുക്ക്. അതുകൊണ്ട് സംഭവിച്ചത് കാപ്പാട് 400 ഏക്കർ ഭൂമി അത് കാരണവന്മാർ വഖഫ് ചെയ്തതാണ്. അതിനകത്ത് ചർച്ചകളുണ്ട്, ഹിന്ദുക്കളുടെ ക്ഷേത്രമുണ്ട്. ഇനിയിപ്പോ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി കാര്യമില്ല. അത് മുത്തവല്ലിമാർ അറിഞ്ഞുകൊണ്ട് വിട്ടുകൊടുത്ത, മുത്തവല്ലിമാരത് സൂക്ഷിച്ചില്ല. അതുകൊണ്ട് സംഭവിച്ചതാ. നമ്മൾ നമ്മുടെ വഖഫ് സൂക്ഷിക്കുന്നതിൽ കാഴ്ച അനാസ്ഥയാണ്. ഇപ്പൊ നമ്മൾ തിരിച്ചു പിടിക്കാൻ പോയാൽ തിരിച്ചു കിട്ടുക പോലും ചെയ്യില്ല. അപ്പം നമ്മുടെ അങ്ങോട്ട് നഷ്ടപ്പെട്ടിട്ടുള്ളതല്ല, നമ്മൾ ആരുടെയും പിടിച്ചെടുത്തിട്ടില്ല. ഒരു ക്രിസ്ത്യാനിയുടെയും ഒരു ഹിന്ദുവിനെ നമ്മൾ പിടിച്ചെടുത്താൽ നമുക്ക് പള്ളി വയ്ക്കാൻ പറ്റില്ല, അവിടെ മദ്രസ നടത്താൻ പറ്റില്ല, നമുക്ക് നിഷിദ്ധമാണ്. പടച്ചവനോട് സമാധാനം പറയും, നമുക്ക് നരകം കിട്ടും, നമ്മൾ സ്വർഗത്തിൽ പോകില്ല. അതെല്ലാം നമ്മുടെ ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെയും പിടിച്ചെടുത്തിട്ട് അവിടെ നമ്മൾ പള്ളി വെച്ചു കഴിഞ്ഞാൽ എന്റെ അലിയാർ ഖാസിമി, ഇങ്ങനെ ആ മദ്രസ പൊട്ടന്മാരെ തള്ളി മറിക്കല്ലേ അലിയാർ ഖാസിമി. ഹാഗിയ സോഫിയ പിടിച്ചെടുത്തിട്ട് അവിടെ നമ്മള് നമ്മന്റെ
മസ്ജിദ് ഉണ്ടാക്കി വെച്ചിട്ട് അത് പിടിച്ചെടുത്തതിനകത്ത് അപ്പം ഹാഗിയ സോഫിയ ഇറാഖിലുള്ളവരെല്ലാം ഇറാനിലുള്ളവരും ഇറാഖിലുള്ളവരെല്ലാം അങ്ങ് നരകത്തിലായിരിക്കുമല്ലോ. പിന്നെ ആരും നിങ്ങൾ സ്വർഗത്തിൽ പോകും 72 കൂറിമാരെടുത്ത്? അലിയാർ ഹാസ്മിയെ, എൻ്റെ അലിയാർ ഹാസ്മി, ഇത് എന്തുവാ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. നിങ്ങൾ ആരെ ഇപ്പം സ്വർഗത്തിൽ കൊണ്ടുപോകും? ഷിർക്ക് ക്രിസ്ത്യാനിയുടെ പള്ളിയും ഹിന്ദുക്കളുടെ. അപ്പൊ പിന്നെ ബാബരി മസ്ജിദ് എങ്ങനെ വന്നു? രാമക്ഷേത്രം പിടിച്ചെടുത്ത് ബാബരി മസ്ജിദ് ഉണ്ടാക്കി. ഇപ്പൊ അതിനുവേണ്ടി കരഞ്ഞോണ്ടിരിക്കുവല്ലേ വീണ്ടും. അതുകൊണ്ട് സംഭവിച്ചതാ. നമ്മൾ നമ്മുടെ വഖഫ് സൂക്ഷിക്കുന്നതിൽ കാഴ്ച അനാസ്ഥയാണ്. ഇപ്പൊ നമ്മൾ തിരിച്ചു പിടിക്കാൻ പോയാൽ തിരിച്ചു കിട്ടുക പോലും ചെയ്യില്ല. അപ്പം നമ്മുടെ അങ്ങോട്ട് നഷ്ടപ്പെട്ടിട്ടുള്ളതല്ല, നമ്മൾ ആരുടെയും പിടിച്ചെടുത്തിട്ടില്ല. ഒരു ക്രിസ്ത്യാനിയുടെയും ഒരു ഹിന്ദുവിനെ നമ്മൾ പിടിച്ചെടുത്താൽ നമുക്ക് പള്ളി വയ്ക്കാൻ പറ്റില്ല, അവിടെ മദ്രസ നടത്താൻ പറ്റില്ല, നമുക്ക് നിഷിദ്ധമാണ്. പടച്ചവനോട് സമാധാനം പറയും, നമുക്ക് നരകം കിട്ടും, നമ്മൾ സ്വർഗത്തിൽ പോകില്ല. അതല്ലേ നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് വഖഫിന്റെ ഈ സ്വത്തുക്കളുടെ കാര്യത്തിൽ ഇതുപോലെ പറഞ്ഞ് നമ്മുടെ ഇടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ചില അച്ഛന്മാരെയും അവർ കൂട്ടുപിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ടോ, അപ്പം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇവർ പിടിച്ചെടുക്കുന്ന വസ്തുക്കൾ മുഴുവനും, ഇവർ കണ്ടുകെട്ടുന്നത് മുഴുവനും ആരുടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് പരശുരാമൻ വഴി എറിഞ്ഞുണ്ടാക്കിയ കേരളം പോലെ മുഹമ്മദ് എറിഞ്ഞുണ്ടാക്കിയ ഒരു ഇന്ത്യയാണ്. ഒരു മാപ്പ് എറിഞ്ഞ് ഉണ്ടാക്കി അങ്ങനെ ഒരു ഇന്ത്യ ഉണ്ടായി. അങ്ങനെ ബുറാക്ക് വാഹനത്തിൽ വന്നൊരു ഇന്ത്യയെ വരച്ചുകൊണ്ട് പോയപ്പോഴത്തേക്കും അവിടെ ഒരു ഇന്ത്യ രൂപപ്പെട്ടു. അങ്ങനെ എന്ത് ചെയ്തു, പിന്നെ മുഹമ്മദ് കോയ വിത്തെറിഞ്ഞുണ്ടാക്കിയതാണ് ഇവിടെ കിടക്കുന്ന അലിയാർ ഹാസ്മി ഉൾപ്പെടെയുള്ള എല്ലാ മുസ്ലിങ്ങളും. പിന്നെ അവര് ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ പിടിക്കാൻ പോയിട്ടില്ല, പിന്നെ ക്രിസ്ത്യാനികളുടെ പള്ളികൾ പിടിക്കാൻ പോയിട്ടില്ല, അങ്ങനെയൊന്നും അവർ പിടിക്കാൻ പോയിട്ടില്ലെന്നേ. ഷിർക്കാണ്. നരകത്തിൽ പോകത്തില്ലേ? 72 കൂറിമാരെടുത്ത് പിന്നെ എങ്ങനെ പോകാൻ പറ്റും അലിയാർ ഹാസ്മിക്ക്? ഈ പ്രായത്തിൽ 72 കൂറിമാരെയൊക്കെ താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടോ അലിയാർ ഹാസ്മിയെ? എനിക്കറിയത്തില്ല, കാണുമായിരിക്കും. മുഹമ്മദ് കാമഭ്രാന്തന് ഒരു 30 കുതിരപ്പവറിന്റെ ശക്തി ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അലിയാർ ഹാസ്മിക്ക് അതിനേക്കാളും കാണുമായിരിക്കും ശക്തിയൊക്കെ. എന്തായാലും പോട്ടെ. അപ്പൊ 72 കൂറിമാരെടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഷിർക്ക് ചെയ്യാൻ പാടില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം സത്യമായിരിക്കും കേട്ടോ, ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് താമസിച്ചുകൊണ്ടിരുന്നത് മുഴുവനും ഇസ്ലാമിസ്റ്റുകളാണ്. എന്തിനാ ഹിന്ദുക്കളെ എവിടുന്നാ നിങ്ങൾ വലിഞ്ഞേറി വന്നത്? നിങ്ങളെ പൊട്ടിമുളച്ച് വന്ന ഹിന്ദുക്കളും പൊട്ടിമുളച്ച് വന്ന ക്രിസ്ത്യാനികളും ഒക്കെ നിങ്ങൾ എന്തിനാ ഈ മനുഷ്യരോട് ഇങ്ങനെ ദ്രോഹം ചെയ്യുന്നത്? വഖഫിന്റെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് അവരുടെ തള്ളാഹുവിന്റെ രാജ്യം തിരിച്ചു കൊടുക്കുക. ഇന്ത്യ മഹാരാജ്യത്തെ അവരുടെ കയ്യിൽ തന്നെ കൊടുത്തേരെ. മനസ്സിലായോ? നിങ്ങൾ വന്ന വഴി എങ്ങോട്ടാണെന്ന് നോക്കിയിട്ട് ആ വഴിക്ക് നിങ്ങൾ തിരിച്ചു പോകും. കഷ്ടപ്പെട്ട് അവർ മഴുവെറിഞ്ഞുണ്ടാക്കിയിട്ട് മാപ്പ് എറിഞ്ഞുണ്ടാക്കിയിട്ട് ബുറാക്ക് വാഹനത്തിൽ വന്നും മുഹമ്മദ് കോയ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് ഇന്ത്യയൊക്കെ നിങ്ങൾ അധികാരം പറഞ്ഞു നടക്കുന്നത് ശരിയുള്ള കാര്യമാണോ? അവരാരുടെയും പിടിച്ചെടുത്തിട്ടില്ല കേട്ടോ, ആരുടെയും പിടിച്ചെടുത്തിട്ടല്ല. ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനിയുടെ സ്ഥലത്തിലൊന്നും അല്ല അവര് ഇത് പള്ളിയും ഇതൊന്നും വെച്ചിരിക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് മുഹമ്മദ് കോയ ഉണ്ടാക്കി കൊടുത്ത ഒരു പ്രത്യേക പ്ലേസിലാണ്. അറിയാമല്ലോ, എല്ലാ മുസ്ലിങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വെളിവില്ല പുള്ളി നടക്കുന്ന നമ്മൾ കണ്ടില്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണോ? നോക്കൂ, കേരളത്തിൽ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ക്ഷേത്രസ്വത്ത് എന്ന് പറയുന്നത് 18 ലക്ഷം കോടി രൂപ. 18 ലക്ഷം കോടി രൂപ. ഇന്ത്യയുടെ ദേശീയ ബഡ്ജറ്റ് 38 ലക്ഷം കോടി രൂപയാണ്. ഇന്ത്യയുടെ ബഡ്ജറ്റിന്റെ നേർപകുതി ഒറ്റ ക്ഷേത്രത്തിലുണ്ട്. അത് ആരുടേതാ? പത്മനാഭ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റികളുടെ അച്ഛന്മാരും ഒക്കെ ചെയ്തതല്ല. രാജാവ് മുസ്ലിമീങ്ങളുടെയും ക്രിസ്ത്യാനികളുടെ ഒക്കെ നികുതിപ്പണം കിട്ടിയപ്പോ ഇന്ത്യ കേരള പിറവിക്ക് ശേഷം ആ സംസ്ഥാന പിറവിയായപ്പോ രാജഭരണം നഷ്ടപ്പെട്ടപ്പോൾ അതെല്ലാം ക്ഷേത്ര സ്വത്തായിട്ട് അദ്ദേഹം വകമാറ്റിയതാ. കണ്ടോ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ള സ്വത്തുക്കൾ മുഴുവനും ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും നികുതിപ്പണം എടുത്തുണ്ടാക്കിയതാ. ആ സ്വത്ത് മുഴുവനും. പറഞ്ഞ മനസ്സിലായോ? രാജാക്കന്മാർക്ക് സ്വത്തില്ല, ഭിക്ഷ എടുത്തിരിക്കുക രാജാക്കന്മാരൊക്കെ പണ്ട് കാലങ്ങളില്. അങ്ങനെ നികുതിപ്പണം വാങ്ങിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് സ്വത്താണ് പത്മനാഭ. ഇനി അതും കൂടി അലിയാർ ഹാസ്മിക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ എല്ലാവരും കൂടി ചേർന്ന് കൊടുത്തേക്കത്. അതിന് കരഞ്ഞ് ജാകാതെ ആ മനുഷ്യൻ. നിങ്ങൾ പത്മനാഭസ്വാമി ഹിന്ദുക്കളെല്ലാം കേൾക്കുന്നുണ്ടല്ലോ. ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്തോട്ട് കണ്ണിപ്പം അലിയാർ ഹാസ്മിക്ക്. ഇനി കുറച്ച് കഴിയുമ്പോൾ അതും വഖഫായി വരും, പറയാൻ പറ്റത്തില്ല. മനസ്സിലായോ? അപ്പം കാരണം വെച്ചാൽ നമ്മുടെ നികുതി പണമൊക്കെ കൊടുത്തിട്ടല്ലേ, നമ്മന്റെ ആൾക്കാരുടെ നികുതി പണം കൊണ്ടാണ് പത്മനാഭസ്വാമി ക്ഷേത്രം ഉണ്ടാക്കിയതും അതിന്റെ സ്വത്തുക്കളെല്ലാം രാജാവ് കൊടുത്തു വെച്ചിരിക്കുന്നതും ഒക്കെ. അതുകൊണ്ട് തന്നെ മിക്കവാറും അത് വഖഫായി വരാൻ സാധ്യതയുണ്ട്. കാരണം അംബാനിയുടെ വീട് പോലും പിടിച്ചു വെച്ചിരിക്കുന്നത്. അംബാനി പിച്ചെടുക്കുക, വീട് വെക്കാൻ സ്ഥലമില്ലാതെ. അങ്ങനെ വഖഫ് ഭൂമിക്കകത്ത് അംബാനി പോലും വീട് വെച്ചിരിക്കുന്നത്. ആ ഗതികേടാണ് അംബാനിക്ക്. അപ്പൊ അതുകൊണ്ട് മുഹമ്മദ് കോയ എറിഞ്ഞിട്ടുണ്ടാക്കിയ ഇന്ത്യക്കകത്തല്ലേ പത്മനാഭസ്വാമി ക്ഷേത്രം ഇരിക്കുന്നേ.
അപ്പം മിക്കവാറും അത് വക്കഫാകാൻ സാധ്യതയുണ്ട്. ഇപ്പം കണ്ണ് മുഴുവനും കുറുക്കൻ ചത്താലും കണ്ണ് കോഴിക്കുട്ടി എന്ന് പറയുന്ന കണക്ക് അടുത്ത സ്വത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സ്വത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കൊള്ളാം. പൊതുജനങ്ങളുടെ സ്വത്താ. എന്നിട്ട് നമ്മൾ പറഞ്ഞല്ലോ അത് പിടിച്ചെടുക്കണമെന്ന്. അയ്യോ, നമ്മൾ എന്ത് ദൈവദാക്ഷിണ്യമാ കാണിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞു അത് പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ദൈവദാക്ഷിണ്യം കാണിക്കുമല്ലേ. അയ്യോ, ഭയങ്കര ദൈവദാക്ഷിണ്യം. അലിയാർ ഹാസ്മിയെ, എന്താ ഹാസ്മി ഇങ്ങനെ? ആ പ്രായത്തിനത്തെ പക്വതയൊക്കെ വേണ്ടേ? ഈ മദ്രസ പൊട്ടനായിരുന്നു കൊണ്ട് ഈ പൊട്ടത്തരം വിളിച്ചു പറയുന്നത്. നമുക്കൊന്നും വേണ്ട, നമുക്കൊന്നും വേണ്ട, നമ്മൾ ഹിന്ദുക്കൾക്കെങ്കിലും കൊടുക്കാൻ നമ്മൾ പറഞ്ഞു. അല്ല, നിങ്ങൾ ആരുവാ ഹിന്ദുക്കൾക്ക് കൊടുക്കാൻ പറയാനും അത് പിടിച്ചെടുത്തോ എന്ന് പറയാനായിട്ടൊക്കെ? നിങ്ങൾ ആരുവാ? നമ്മൾ പറഞ്ഞു, നിങ്ങൾ പറയണ്ട. നിങ്ങൾ പറഞ്ഞ വിവരം അറിയും. ഇതുപോലും നമ്മൾ പറഞ്ഞിട്ടില്ല. എന്നിട്ടും അതും സത്യത്തിൽ ആരുടെ അച്ഛന്മാർ വഖഫ് ചെയ്തതല്ല, അത് മുൻകാല രാജാക്കന്മാരുടേതാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ കോളേജുകളെല്ലാം ബ്രിട്ടീഷ് ഭരണകാലത്തുള്ളതാണ്. പിന്നെ നമ്മുടേത് കോളേജ് മുഴുവൻ ബ്രിട്ടീഷ് ഭരണകാലത്തിന്. അതിനു മുമ്പ് കോളേജുകളൊന്നും ഇല്ല. അലിയാർ ഹാസ്മിക്ക് മദ്രസ പൊട്ടനാണെന്ന് പറഞ്ഞ് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് അലിയാർ ഹാസ്മി. ഹാസ്മി ചേട്ടൻ മദ്രസ പൊട്ടനാണെന്നുള്ളത് തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ബ്രിട്ടീഷുകാർ വന്നപ്പോഴാണ് കോളേജ് വന്നത് ഇന്ത്യക്കകത്ത്. അതിനു മുമ്പ് കോളേജ് ഇന്ത്യക്കകത്ത് ഇല്ല. എടാ, ഞാൻ എന്തുവാ പറയണം? ബ്രിട്ടീഷുകാർ ഏത് കാലത്ത് വന്നു, ഏത് കാലത്താണ് കോളേജ് ഉണ്ടാക്കിയത്? അപ്പം അതിനു മുമ്പുണ്ടായിരുന്ന കോളേജൊക്കെ എന്ത് പറയണം? ക്രിസ്ത്യൻ കോളേജുകൾ. മിഷണറിമാർ ഇന്ത്യക്കകത്ത് വന്ന കാലഘട്ടം ഏതാണ്? AD 52 തൊട്ടേ മിഷണറിമാർ ഇന്ത്യക്കകത്ത് വരാൻ തുടങ്ങി. AD 1500കളിലെ ഇന്ത്യയിൽ സ്കൂളുകൾ സ്ഥാപിച്ചു. AD 1500കളിലെ മുഹമ്മദ് കാമഭ്രാന്തൻ വന്ന കാലഘട്ടവുമായിട്ട് മുഗളന്മാർ വന്ന കാലഘട്ടവുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോഴത്തേക്കും മുഗളന്മാരുടേതാണെന്ന് പറഞ്ഞു. കേരളത്തിൽ മുഗളന്മാരുടെ ഏത് സ്വത്താണെന്ന് പറയാമോ? ഒന്നുമില്ല. ഒരു സ്വത്തും മുഗളന്മാരുടേതില്ല. അപ്പൊ സുൽത്താൻ ബത്തേരിയൊക്കെ എവിടെ നിന്നു? വഖഫ് ചെയ്താണ് പടച്ചവന്റെ പ്രീതിക്ക് വേണ്ടി. അതിന്റെ വഖഫുമായി ബന്ധപ്പെട്ട ഹദീസുകളൊന്നും ഞാൻ സത്യത്തിൽ ആരുടെ അച്ഛന്മാർ വഖഫ് ചെയ്തതല്ല, അത് മുൻകാല രാജാക്കന്മാരുടേതാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ കോളേജുകളെല്ലാം ബ്രിട്ടീഷ് ഭരണകാലത്തുള്ളതാണ്. പിന്നെ നമ്മുടേത് മാത്രം മുഗളന്മാരുടേതാണെന്ന് ആരാ പറഞ്ഞു? കേരളത്തിൽ മുഗളന്മാരുടെ ഏത് സ്വത്താണെന്ന് പറയാമോ? ഒരു സ്വത്തും മുഗളന്മാരുടേതില്ല. നമ്മുടെ വാപ്പ കപ്പൂപ്പന്മാർ വഖഫ് ചെയ്താണ് പടച്ചവന്റെ പ്രീതിക്ക് വേണ്ടി. അതിന്റെ വഖഫുമായി ബന്ധപ്പെട്ട ഹദീസുകളും ഈ മണ്ണിനകത്തുനിന്ന് കൂണ് മുളച്ച് വരത്തില്ലേ? അത് കണക്കാണ് ഇവരുടെ ബാപ്പയും അപ്പൂപ്പന്മാരും ഒക്കെ മണ്ണിനകത്തുനിന്ന് കൂണ് മുളച്ച് വന്നതാണ്. എന്നിട്ടാണ് അവർ സ്വത്ത് മുഴുവൻ വഖഫ് ചെയ്ത് കൊടുത്തത്. മനസ്സിലായോ? ബാപ്പയും അപ്പൂപ്പന്മാരും ഒക്കെ മുഗളന്മാരുണ്ടാക്കിയ സ്വത്തൊന്നും അല്ല. പിന്നെയോ നമ്മുടെ ബാപ്പയും അപ്പൂപ്പന്മാരും ഒക്കെ വഖഫ് ചെയ്ത് കൊടുത്ത ബാപ്പയും അപ്പൂപ്പന്മാരും ഒക്കെ എങ്ങനെ ഉണ്ടായപ്പാ ഇന്ത്യക്കകത്ത്? പൊട്ടിമുളച്ചതോ? കൂണ് മുളച്ചു വരുന്ന കണക്ക് മുളച്ചു വന്നതാണോ? മുഹമ്മദ് കോയയുടെ ഇസ്ലാം മതം കൂണ് മുളച്ചതുപോലെ മുളച്ചു വന്നതാണോ ഇന്ത്യക്കകത്ത്? ഞാൻ അറിയാണ്ട് ചോദിക്കുക. ഇന്ത്യയിൽ വന്ന് വെട്ടിപ്പിടിച്ചെടുത്ത് ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും കൂട്ടക്കൊല ചെയ്ത് കുരുതിക്ക് കൊടുത്ത് അമ്പലങ്ങളെ പിടിച്ചടക്കി അമ്പലങ്ങളെയും ക്രിസ്തീയ പള്ളികളെയും എല്ലാം തീ വെച്ച് നശിപ്പിച്ചിട്ട് അതെല്ലാം പിടിച്ചടക്കി മുഗളന്മാരുണ്ടാക്കിയെടുത്ത സ്വത്തിനകത്ത് കയറി ഇരുന്നിട്ട് എന്തോ ഒരു തക്കിയക്കുട്ടൻ കള്ളം പറഞ്ഞു കൊടുത്ത് എന്തുവാ ഈ മദ്രസ പൊട്ടന്മാർ ഇത് വിശ്വസിക്കും കേട്ടോ. അതാണ് ഈ മദ്രസ പൊട്ടന്മാരുടെ ഇതെന്ന് പറയുന്നത്. ഇനി കേട്ടോ, പറയണില്ല. അത് കേട്ട് കൊതിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്വത്തിൽ നിന്ന് അള്ളാഹുവിന് വഖഫ് ചെയ്ത് നിങ്ങൾ ഒരു നദി കീറി ഒഴുക്കി ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുത്താൽ, കുളിക്കാൻ അവസരം കൊടുത്താൽ, അതുപോലെ തന്നെ നിങ്ങൾ ഒരു പൊതുക്കിണർ പണിതാൽ, അതുപോലെ തന്നെ നിങ്ങൾ ഒരു തോട്ടം നിർമ്മിച്ചിട്ട് ആളുകൾക്ക് അത് ഭക്ഷ്യയോഗ്യമാക്കി വിട്ടുകൊടുത്താൽ നിങ്ങൾക്ക് നാളെ സ്വർഗം തരാം. അതുപോലെ തന്നെ മൻബനാ മസ്ജിദാന്ന് 4ാമതാ പറയണ. ആദ്യം പറഞ്ഞ ഈ പൊതുകാര്യങ്ങളാ എന്ന് പറഞ്ഞത് കേട്ടിട്ട് കൊതിയോടുകൂടി വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സ്വത്ത്. പണ്ട് മുഹമ്മദ് കാമഭ്രാന്തൻ ഈ ആസ്തിയൊക്കെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാരോടൊക്കെ പറഞ്ഞതാണ്, നിങ്ങൾ നിങ്ങളുടെ സ്വത്തുക്കളും അതും ഇതും ഒക്കെ അള്ളാഹുവിന് കൊടുത്തു കഴിഞ്ഞാൽ, അള്ളാഹുവിന് കൊടുക്കുമ്പോൾ ആർക്ക് കൊടുക്കും? മുഹമ്മദിന് കൊടുക്കുമായിരുന്നു എല്ലാവരും. അന്ന് 5 കൊള്ളയടിച്ചു കഴിഞ്ഞാൽ 5-1 ഓഹരിയാണ് കൊള്ളയടിക്കാൻ പോയവർക്ക് കൊടുക്കുന്നത്. ബാക്കി 4 നമ്മൾ അടിച്ചോണ്ട് പോയി, മുഹമ്മദ് അടിച്ചോണ്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം മുഹമ്മദിന് കൊടുക്കാൻ പറഞ്ഞതൊക്കെയാണ് ഈ പറഞ്ഞു തള്ളിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന് കൊടുക്കണമെന്ന്. എവിടെ കൊടുക്കണം? അള്ളാഹു എന്തിയേ? തള്ളാകും ഇപ്പൊ 4 റൗണ്ട് പലസ്തീന് തള്ളാകും ഓടാൻ കണ്ടമില്ലാണ്ട് ഏറി നിൽക്കുക. തള്ളാകുവിന് കൊടുക്കണം ഒരു സ്വത്ത്. തള്ളാകു എന്തിയേ?
അള്ളാഹു പാലസ്തീൻ്റെ എന്തുവാ പിന്നെ ഗാസയിലൂടെയുള്ള വഴികളിലൂടെയെല്ലാം ഓടിക്കൊണ്ടിരിക്കുക 2 റൗണ്ടും 3 റൗണ്ടും ഒക്കെ. പിന്നെ ഹിസ്ബുള്ള ഒഴിച്ചിട്ടിരിക്കുന്ന കുറേ കണ്ടവും ബാക്കി കിടപ്പുണ്ട്. ഇസ്രായേൽ കയറി മേനുകൊണ്ടിരുന്ന് കണ്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുക അള്ളാഹുവിന് ഓടാനായിട്ട്. അങ്ങനെ 4-5 റൗണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന് കൊടുക്കണം പോലെ വസ്തുവൊക്കെ. പിന്നെ മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് കേട്ടിട്ട് കൊടുത്ത സ്വത്ത് അത് കാത്തു സൂക്ഷിക്കാൻ നമ്മുടെ അള്ളാഹുവിന്റെ റസൂലിന് എന്ത് വേണമായിരുന്നു? ഭൂമിയും വേണമായിരുന്നു, പെണ്ണും കള്ളും സ്വത്തും വേണമായിരുന്നു. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു 72 ഹൂറി 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 സ്വർഗത്തിൽ പോണോ, സ്വർഗത്തിൽ പോണോ, സ്വർഗത്തിൽ പോണമെങ്കിൽ ഞാൻ ഹൂറി തരാം. ഹൂറി തരാമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വസ്തു തരണം. അപ്പോൾ വെയ് രാജാവേ 2 വെച്ചാൽ 4, 4 വെച്ചാൽ 8 എന്നൊക്കെ പറയുന്ന കണക്ക് നമ്മന്റെ എന്തുവാ മുഹമ്മദ് തള്ളിമറിച്ചൊരു തള്ളും കേട്ടിട്ടാണ് എന്ത് ചെയ്തത്? അവരെല്ലാം എന്ത് ചെയ്തത്? ഹൂറിക്ക് വേണ്ടി കൊടുത്തതാണ് ആ സാധനങ്ങളെല്ലാം. പിന്നെ അതെന്ത് ചെയ്തു? നബിചര്യയായി മാറിയത് കൊണ്ട് എല്ലാവരും വിചാരിച്ച് സ്വർഗത്തിൽ ഹൂറി കിട്ടുമല്ലോ, ഹൂറി 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 ഹൊയ് ഹൊയ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ തയ്യാറായതാണ്. വലിയമാർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അന്യാധീനപ്പെട്ടത്. എന്നിട്ടിപ്പോ അതുകൂടി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശത്രുക്കൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ സഹോദര സമുദായത്തിൽ തന്നെ ചില കുൽസിത ശക്തികൾ, എല്ലാവരും അല്ല കേട്ടോ, നമ്മുടെ സഹോദര സമുദായം ഒരിക്കലും ഒരു കൂട്ടി നിൽക്കില്ലെന്ന് നമുക്ക് നല്ല ഉറപ്പുണ്ട്. അയ്യോ സഹോദര സമുദായം, എന്റെ അലിയാർ ഹാസ്മിയേ, ഹാസ്മി ഹാസ്മി ഹാസ്മി, ക്രിസ്ത്യാനികളെ നിങ്ങളെ സുഖിപ്പിച്ച് പുളപ്പിച്ച് ആഹാ നക്കിക്കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ഒരു പ്ലാനിങ് ഉണ്ടോ? സഹോദര സമുദായം, എൻ്റെ അലിയാർ ഹാസ്മിയെ ഒന്നിലാ തൂറാൻ കീറിക്കള. എന്നിട്ട് ഈ സഹോദര സമുദായമൊക്കെ പറ, ആ തൂറാൻ കീറിക്കളയാൻ തയ്യാറാണോ? അല്ലെങ്കിൽ ആ തൂറാൻ തിരുത്താൻ തയ്യാറാണോ? എന്നിട്ട് സഹോദര സമുദായമൊക്കെ പറ, തള്ളാഹുവിൻ്റെ തൂറാനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും ആത്മമിത്രമായി സ്വീകരിക്കരുത്, ഒരു കൂട്ടുകാരനെ പോലെ പോലും കാണരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സഹോദരങ്ങൾ എവിടുന്നാണ് വന്നത്? എന്താണ് ഈ കൂടെയുള്ള സഹോദരങ്ങളോടൊരു പ്രത്യേക സ്നേഹം? തക്കിയ കുട്ടന്മാരുടെ കള്ളം കണ്ടോ? പതുക്കെ അപ്പൊ ഇത് കേൾക്കുമ്പോഴത്തേക്കും പുളകം കൊള്ളുന്ന പാംബ്ലാനിയെ പോലെയുള്ള കുറേ മെത്രാന്മാരുണ്ട്, പ്ലാംബ്ലാനിയെ പോലെയും വേറെയും കുറേ അമ്മമാരുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവരെ പോയി കെട്ടിപ്പിടിച്ച് മതസൗഹാർദ്ദത്തിൽ അസ്ലായലക്കും വാലക്കും അസ്ലായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തോളോട് തോള് പിടിച്ച് അലക്കാൻ വേണ്ടി വിളിക്കുമ്പം അങ്ങ് അലക്കാൻ വേണ്ടി നിന്ന് കൊടുക്കാൻ പോയി നിൽക്കുന്ന കുറേ മെത്രാന്മാരച്ഛന്മാരൊക്കെ ഉണ്ട്. അവരെ കണ്ടിട്ടാ സോപ്പിടുന്നത്. അയ്യോ നമ്മുടെ സഹോദരൻ എല്ലാവരും ഇല്ല കേട്ടോ, എല്ലാവരും ഒന്നുമില്ലല്ലേ, ഇതൊന്നും കാണുന്നില്ലല്ലോ, എല്ലാവരും ഒന്നുമില്ല കേട്ടോ. എന്നാ സോപ്പിങ്ങാണ്, ഇങ്ങനെ സോപ്പിട്ട് പതപ്പിക്കല്ലേ അലിയാർ ഹാസ്മി. തൂറാനിരിക്കുമ്പം ഇങ്ങനെ സോപ്പിടരുത്, നാറ്റം പോകത്തില്ല, തൂറാന്റെ നാറ്റം. ശക്തികൾ അതിന് കൂട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ചിലരേ നിൽക്കുന്നുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചില നോട്ടപ്പിഴകളാണ് നമ്മൾ അള്ളാഹുവിന്റെ നിയമത്തെ, അള്ളാഹുവിന്റെ ഭൂമികളെ, വഖഫുകളെ സംരക്ഷിക്കാത്തത് കൊണ്ട്. ഞാൻ പറയുന്നു, പ്രിയപ്പെട്ട നമ്മുടെ വീടുകൾ നന്നായിരിക്കുമ്പോൾ നമ്മുടെ മദ്രസകൾ ഇങ്ങനെ കിടക്കരുത്. ഒരുപാട് നമ്മൾ പങ്കിട്ടെടുക്കണം, അത് നല്ലത് പൂർത്തീകരിക്കണം. നമുക്കൊക്കെ നല്ല വീടുകൾ അല്ലാതെ തന്നിട്ടുണ്ട്, നല്ല ഉദ്യോഗം നമ്മുടെ മക്കൾക്ക് തന്നിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം. അങ്ങനെ സജീവമായ മദ്രസകളും പള്ളികളും നിലനിൽക്കുന്നിടത്ത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയാമോ വഖഫ് ഭൂമികൾ? ഞാനൊരു പള്ളിയിൽ നിന്ന് 25 ഏക്കർ സ്ഥലമാണ്, 500 കോടിയുടെ ആസ്തിയുണ്ട്. എറണാകുളം ജില്ലയിലെ 25 ഏക്കർ സ്ഥലമാണ്. അതിനകത്ത് ഒരു പള്ളിയുണ്ട്, ഒരു മദ്രസയുണ്ട്. ദൈനംദിന ചെലവുകൾക്ക് പള്ളിയിൽ പിരിവ് ചോദിക്കണമെന്ന് എന്നോട് പറയായിരുന്നു. 1-2 ആഴ്ച പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ പള്ളിക്ക് വേണ്ടി പിരിവ് ചോദിക്കില്ല പറഞ്ഞു. കാരണം ഈ പള്ളിക്ക് പിരിവ് കൊടുത്താൽ കൂലി തരില്ല കമ്മിറ്റിക്കാരോട് പറഞ്ഞു. 25 ഏക്കർ ഭൂമി ഒന്നും ചെയ്യാൻ അറിയാൻ പാടില്ല, വെറുതെ ഇട്ടേക്കുക. എന്തോരം മനുഷ്യർക്ക് നാട്ടിലുള്ള മുസ്ലിം അമുസ്ലിം ഭേദമില്ലാതെ എത്രയോ മനുഷ്യർക്ക് ഉപകാരപ്പെടേണ്ട എന്തെല്ലാം സംരംഭങ്ങൾ കൊണ്ടുവരേണ്ടവരാണ് നമ്മൾ. അതുപോലുള്ള കണ്ടോ ഉദ്ദേശം കണ്ടോ? വഖഫ് ഭൂമിക്കകത്ത് നിങ്ങൾ മദ്രസകൾ പണിയണം, പള്ളികൾ പണിയണം. പിന്നെ ഇനിയിപ്പോ സമയമൊന്നുമില്ല. ആര് പിടിച്ചെടുക്കുന്നതിന് വെറുതെ കിടന്നാലല്ലേ ഗവൺമെന്റ് പിടിച്ചെടുക്കത്തുള്ളൂ. ഇനി സമയമൊന്നുമില്ല, നിങ്ങൾ പിടിച്ചെടുക്ക്. വഖഫ് ഭൂമിയൊക്കെ പിടിച്ചെടുത്ത് അവിടെ ഇവിടെയൊക്കെ പള്ളി പണിയണം, അവിടെ ഇവിടെയൊക്കെ സ്ഥാപനങ്ങൾ പണിയണം, അവിടെ ഇവിടെയൊക്കെ നിങ്ങൾ ഇസ്ലാമിൻ്റെതായിട്ടുള്ള എല്ലാ സാധനങ്ങളും പണിത് കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഇന്ന് കൈവയ്ക്കുവോ ഇസ്ലാമിന്റെ സാധനമാണെന്ന് പറഞ്ഞുകൊണ്ട്? അപ്പൊ ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെയൊക്കെ നമ്മൾ പിടിച്ചു വെച്ചിരിക്കുന്ന വഖഫ് ഭൂമി ഉണ്ടല്ലോ, പിടിച്ചു വെച്ചിരിക്കുന്ന വഴിയും സ്ഥലം മുഴുവനും ക്രിസ്ത്യാനിന്റെയും ഹിന്ദുവിന്റെയൊക്കെ സ്ഥലങ്ങളായി മാറി പിടിക്കുന്നത് മൊത്തവും വഖഫാണെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ വഖഫ് നിയമപ്രകാരം ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെ സ്ഥലം പിടിച്ചു വെച്ചിട്ട് അലിയാർ ഹാസ്മി ബുദ്ധി പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ ആ സ്ഥലം അങ്ങനെ വെറുതെ ഇട്ടേക്കണ്ട. നിങ്ങൾ വെറുതെ ഇടുമ്പോഴാണല്ലോ ഇത് പിന്നീട് വന്നിട്ട് നമ്മുടെ ആണെന്നൊക്കെ പറഞ്ഞ് കരയേണ്ടി വരുന്നത്. അതിനു മുമ്പേ നിങ്ങൾ എന്ത് ചെയ്യുക? അതിനകത്ത് നിങ്ങൾ ക്രിസ്തുവിന്റെയും ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെയും ഒക്കെ ഏക്കർ കണക്ക് സ്ഥലങ്ങൾ പിടിച്ചുകൊണ്ട് അതിനകത്ത് നിങ്ങൾ വീടും പള്ളികളും മസ്ജിദുകളും സംരംഭങ്ങളൊക്കെ തുടങ്ങി തള്ളാഹുവിന് കൊടുക്കണമെന്ന്. നല്ല ബുദ്ധി. നമ്മൾ
നേതൃത്വം നൽകിയില്ലെങ്കിൽ ഇങ്ങനെ വെറുതെ കിടക്കുന്ന ഒരുപാട് ഭൂമികളിലാണ് ഇവർ കണ്ണു നട്ടിരിക്കുന്നത്. അതൊക്കെ പിടിച്ചെടുത്താൽ നമ്മൾ കണ്ണു നട്ടിരിക്കുന്നു. ക്രിസ്ത്യാനിയും ഹിന്ദുവും തള്ളാഹുവിന്റെ ഭൂമിയിൽ നോക്കിയിരിക്കുക. തള്ളുന്നതിനൊക്കെ ഒരു പരിധി വേണ്ടേ അലിയാർ ഹാസ്മിയെ? ചുമ്മാ കിടക്കുന്ന ഭൂമിയെ അങ്ങ് കണ്ണും നട്ടിരിക്കുകയാണെന്ന് പോലും തള്ളാഹുവിന്റെ ഭൂമിയും നോക്കി. എടാ, ഇത് ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെയും ഭൂമിക്കകത്ത് ഇവന്മാര് കണ്ണ് രണ്ടും കണ്ണാ ലഡ് ഗ്യാസയാ എന്ന് പറഞ്ഞിട്ട് ഇവന്മാര് കണ്ണും തട്ടിരുന്നിട്ട് ഇത് തല തിരിച്ച് ഉൾട്ടാ പറഞ്ഞു കൊടുക്കുകയാണ്. ഹിന്ദുവും ക്രിസ്ത്യാനിയും കൂടി കണ്ണും നട്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട്. തരക്കേടില്ലെന്ന് വെറുതെ കിടക്കുന്നവർക്ക് കാണാം. ഉപയോഗമല്ല, പള്ളി നേരിട്ട് അങ്ങനെ പിടിച്ചെടുക്കൂല. മനസ്സിലായില്ലേ? കാരണം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പള്ളി, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മദ്രസ, അതുകൊണ്ട് ഇതൊക്കെ സജീവമായി എന്നും നിലനിന്നില്ല എങ്കിൽ കണ്ടോ. അതായത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പള്ളിയാണെങ്കിലോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മദ്രസയാണെങ്കിലോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളാണെങ്കിലും പിടിച്ചെടുക്കത്തില്ല ഗവൺമെന്റ്. വെറുതെ കിടക്കുമ്പോഴാണല്ലേ പിടിച്ചെടുക്കത്തുള്ളൂ. അപ്പൊ എത്രയും പെട്ടെന്ന് ക്വിക്കിലി എല്ലാവരും പണിതോ, പള്ളി പണിതോ, മസ്ജിദ് പറഞ്ഞോ, മദ്രസകൾ പണിതോ. അപ്പൊ നമ്മുടെ രാജ്യമാക്കി മാറ്റാൻ എളുപ്പമായിരിക്കും ഇന്ത്യ, അല്ലേ? അതല്ലേ? അയ്യോ, ഓൾറെഡി മുഹമ്മദ് എറിഞ്ഞിട്ട് കൊടുത്ത് മാപ്പ് ഉണ്ടാക്കി കൊടുത്ത് ഇന്ത്യയാണല്ലോ. കോഴിക്കോട് മാപ്പ് പോലത്തെ ഒരു മാപ്പ് ഉണ്ടാക്കി മദീനയിൽ നിന്ന് ഇറക്കി കൊടുത്ത ഇന്ത്യയാണല്ലോ ഇന്ത്യ. ഇതൊക്കെ ആവശ്യമില്ലാത്തതാണെന്ന് പറഞ്ഞ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ദുഷ്ടശക്തികൾ പുറത്തുനിന്ന് വരും. അതുകൊണ്ട് പടച്ചു തമ്പുരാൻ നമ്മളെ എല്ലാവരെയും, നമ്മൾ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കില്ല. അയ്യടാ, നമുക്ക് ആഖിറമാണ് ലക്ഷ്യം, നമുക്ക് പരലോകത്തിലെ വിജയമാണ് ലക്ഷ്യം, നമുക്ക് ജീവിതത്തിലെ സമാധാനമാണ്, കുടുംബ സന്തോഷമാണ് ലക്ഷ്യം, നമ്മുടെ മക്കൾ സാലിഹ്യങ്ങളാകലാണ് ലക്ഷ്യം, നമ്മുടെ ഭാര്യമാർ നന്നായി ജീവിക്കലാണ് ലക്ഷ്യം. നമ്മൾ അള്ളാഹുവിന്റെ പൊരുത്തം നേടിയവരായി കുറഞ്ഞ കാല ജീവിതം പൂർത്തിയാക്കി നമ്മൾ മരിച്ചു ചെല്ലുമ്പോൾ നമുക്ക് സ്വർഗം കിട്ടലാണ് ലക്ഷ്യം. നമുക്ക് ആരെയും ഉപദ്രവിക്കണമെന്നില്ല, നമുക്ക് ആരെയും ശല്യപ്പെടും. മരിച്ചു കഴിയുമ്പോഴത്തേക്ക് സ്വർഗം കിട്ടുന്നതല്ലല്ലോ, 72 കൂറിയും മദ്യപ്പുഴയും അല്ലേ ഹാസ്മി? അലിയാർ ഹാസ്മി ചേട്ടോയ്, കോയച്ചേട്ട, മദ്യപ്പുഴയും 72 കൂറിയുമാണ് നോട്ടം, ഈ കുറുക്കൻ നോട്ടം. എന്നിട്ട് പറയുന്നത് സ്വർഗം കിട്ടണമെന്ന്. സ്വർഗത്തിൽ അവിടെ എന്തിരിപ്പുണ്ട്? നമുക്കൊരു തീവ്രവാദവും ഇല്ല, ഇല്ല. അതുകൊണ്ട് പക്ഷേ നമുക്ക് തീവ്രവാദം ഇല്ല. എങ്ങനെയില്ല? തീവ്രവാദം ഇല്ല. പക്ഷെ നമ്മൾ തീവ്രവാദം ചെയ്യും. എങ്ങനെയെന്നറിയാമോ? ഹൊമോസ് പോരാളികള്, അൽ ഖ്വയ്ദ പോരാളികള്, ലക്ഷറി ദൈവ പോരാളികള്, യാഹ്യ സിൻവാർ എന്ന് പറയുന്ന രക്തസാക്ഷി, ഇതാണ് നമ്മുടെ തക്കിയക്കുട്ടന്മാരുടെ തീവ്രവാദത്തിനെതിരെ നിൽക്കുന്ന പോരാട്ടം എന്ന് പറയുന്നത്. പറഞ്ഞ മനസ്സിലായോ? യാഹ്യ സിൻവാർ രക്തസാക്ഷിയും, പിന്നെ ഒസാമ ബില്ലാദ് രക്തസാക്ഷിയും, പിന്നെ അജ്മൽ ഹസബല്ലേ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് വെടിവെച്ച് കൊന്നുകളഞ്ഞ അജ്മൽ ഹസബ് വരെ ഇവരുടെ രക്തസാക്ഷിയാ. പിന്നെ ഒസാമ ബില്ലാദൻ പറയണ്ട. ഈ രക്തസാക്ഷികൾക്ക് വേണ്ടി കരഞ്ഞു മെഴുകുന്നവരാണ് ഒരു തീവ്രവാദം ഇല്ലാത്ത കുഞ്ഞുങ്ങള്. നമുക്ക് നമ്മുടെ അള്ളാഹുവിനോടുള്ള ഉത്തരവാദിത്വത്തിൽ തെറ്റായ സംസ്കാരം നമ്മളെ പഠിപ്പിക്കപ്പെടുമ്പോ ആ ഉത്തരവാദിത്വം അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് നമ്മൾ അവരെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റിക്കൊണ്ട് തെറ്റായ ജീവിത സംസ്കാരത്തിന്റെ ഉടമകളായി മാറിയാൽ ശത്രുക്കളുടെ പക്ഷത്ത് നിന്ന് അള്ളാഹു താല പുറം ഭാഗത്ത് നിന്ന് അള്ളാഹു ശത്രുക്കൾ നമ്മളിലേക്ക് അഴിച്ചുവിടുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഗൗരവത്തിലെടുത്ത് നമുക്ക് അള്ളാഹുവിലേക്ക്, നമ്മുടെ പള്ളികളും നമ്മുടെ മദ്രസ കേട്ടല്ലോ പ്രിയ സഹോദരങ്ങളെ. ഇത്രയും ഒന്ന് കേൾപ്പിക്കണമെന്നുണ്ടായിരുന്നു. അലിയാർ ഹാസ്മിയെ പ്രസംഗത്തിലൂടെ ക്രിസ്ത്യൻ സഹോദരങ്ങളോടുള്ള സ്നേഹം പങ്കുവെക്കുന്നത് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, ക്രിസ്ത്യൻ സഹോദരങ്ങളോടുള്ള സ്നേഹം പങ്കുവെക്കുന്നത് കണ്ടാലുണ്ടല്ലോ എൻ്റെ പ്രിയ സഹോദരങ്ങൾ, ഈ തക്കിയക്കുട്ടന്മാരുടെ തക്കിയ എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര തക്കിയാണ്. ആ തക്കിയൊക്കെ അവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഇനി ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിപ്പിച്ചു തരാം. ഓക്കെ, യാരിത്? ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാമേ ചില കാര്യങ്ങള്. ഒരു മിനിറ്റ് സഹോദരങ്ങളെ, ഒരു മിനിറ്റ്. ഓക്കെ, ഞാൻ ഇതൊന്ന് വായിച്ച് കേൾപ്പിക്കാമേ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടോണേ. ഇന്ത്യയിൽ ഇസ്ലാം മതം എങ്ങനെ വന്നു എന്നുള്ളത്. അതായത് അറേബ്യൻ ഉപദ്വീപിൽ മതം ഉയർന്നു വന്നതിന് ശേഷം, ഇവിടെ മക്കയിലും മദീനയിലും ഒക്കെ മതം
ഉയർന്നു വന്നതിന് ശേഷം തൊട്ടു പിന്നാലെ ഗുജറാത്തിലെ അറബ് തീരദേശ വ്യാപാര പാതകളിലൂടെ മലബാർ തീരങ്ങളിലൂടെയും ഇന്ത്യൻ സമൂഹങ്ങളിൽ ഇസ്ലാം വ്യാപിച്ചു. 7-ാം നൂറ്റാണ്ടിൽ അറബികൾ സിന്ധ് ആക്രമിച്ചു കീഴടക്കി. എന്താണ്? സിന്ധു നദീതടമൊക്കെ ആര് വന്ന് ആക്രമിച്ചു കീഴടക്കി? അറബികൾ വന്ന് ആക്രമിച്ചു കീഴടക്കി. 7-ാം നൂറ്റാണ്ടിൽ, അതായത് 700-കളിലാണ് വന്നിട്ട് അറബികൾ സിന്ധ് ആക്രമിച്ചു കീഴടക്കിയപ്പോൾ ഇന്ത്യയിൽ ഉപഭൂഖണ്ഡത്തിന്റെ ഉൾനാടുകളിൽ എത്തിയ ഇസ്ലാം പിന്നീട് 12-ാം നൂറ്റാണ്ടിൽ ഗസ്നാവിഡുകളുടെയും ഗുരുദ്വാരകളുടെയും അധിനിവേശത്തിലൂടെ, അതായത് ഗുരുദ്വാരകളെ തകർത്തു, പലതിനെയും തകർത്തിട്ട് അധിനിവേശത്തിലൂടെ പഞ്ചാബിലും ഉത്തരേന്ത്യയിലും എത്തി. അവർ പിന്നീട് പഞ്ചാബിലും ഉത്തരേന്ത്യയിലും എത്തി. 623 മുമ്പ് നിർമ്മിച്ച ഗുജറാത്തിലെ ഹോഹയിലെ ബാർവാഡ മസ്ജിദ്, കേരളത്തിലെ മേത്തലമായിലെ ചേരന്മാർ ജുമാ മസ്ജിദ്, തമിഴ്നാട്ടിലെ കിൽക്കര എന്നൊക്കെ പറഞ്ഞ് കുറേയൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇവന്മാർ വന്ന കഥ നിങ്ങൾ അറിയണമെങ്കിൽ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ബഹുഭൂരിപക്ഷം ദക്ഷിണേന്ത്യൻ വംശീയ വിഭാഗങ്ങളിൽ പെട്ടവരാണ്. എന്നിരുന്നാലും ഇവര് ഇന്ത്യ പിടിച്ച് കീഴടക്കിയ ഒരു ചരിത്രമുണ്ട്. അത് ഞാൻ നിങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഓക്കെ. മുസ്ലിം സഞ്ചാരികളെ വഹിച്ചുള്ള ആദ്യ കപ്പൽ ഇന്ത്യൻ തീരത്ത് 630 CE തന്നെ കണ്ടതായി പറയുന്നേ ഉള്ളൂ. കാരണം ആ സമയത്തെല്ലാം മുഹമ്മദ് ജീവിച്ചിരുന്ന സമയമാണ്. അതുകൊണ്ട് ആ സമയത്ത് വരാൻ സാധ്യതയില്ല. ഇവിടെ AD 700-കളിലാണ് ഇവിടെ കടന്നുകൂടിയത് തന്നെ. ആദ്യമായിട്ട് AD 700-കളിൽ വന്ന ആളാരാന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ പേര് ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം നിങ്ങളെ. അയാളുടെ പേര് എവിടെയാണ് അവന്റെ പേര്? ഒരു മിനിറ്റ്, എടുത്തു വെച്ചതും വിട്ടുപോയി. ഹബശലി മെലഗാവോലാം. ഓക്കെ. മുസ്ലിങ്ങളിൽ ഭൂരിഭാഗവും ഇറാനിയൻ പീഠഭൂമിയിൽ നിന്നോ അറബികളിൽ നിന്നോ കുടിയേറിയവരുടെ പിൻഗാമികളാണ്. ആരാണ്? മുസ്ലിങ്ങളിൽ ഭൂരിഭാഗം പേരും ഇറാനിയൻ പീഠഭൂമിയിൽ നിന്നും അറബികളിൽ നിന്നും കുടിയേറിയവരുടെ പിൻഗാമികളായിരുന്നു. എന്നിരുന്നാലും ഇന്ത്യയിൽ വിവിധ മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ ക്രോമസോം വംശപാരമ്പര്യയുടെ ഹാപ്പോടൈപ്പുകൾ കണ്ടെത്തലുകളെ കുറിച്ച് ആധുനിക ജനിതക പഠനങ്ങൾ ഈ അവകാശവാദത്തെ തർക്കിക്കുന്നു. അടിമകളിലേക്ക് ഇസ്ലാമിനെ പരിവർത്തനം ചെയ്യുക. മുസ്ലിം അമുസ്ലിം അടിമകൾ ജനിച്ച് കുട്ടികൾ മുസ്ലിമായി വളർത്തപ്പെടും. അവരെ പ്രസവിച്ച അമുസ്ലിം സ്ത്രീകൾ സ്വന്തം സമുദായത്തിൽ നിന്നും തിരസ്കരിക്കപ്പെടാതിരിക്കാൻ ഇസ്ലാം സ്വീകരിക്കും. അങ്ങനെ ഇസ്ലാം മതം മാറി ഉണ്ടായി വന്നൊരു മതമാണ്. ഇസ്ലാം ഒരു വിദേശ അടിച്ചേൽപ്പിക്കപ്പെട്ടൽ എന്നാൽ സങ്കല്പവും ഹിന്ദുമതം എതിർത്ത നാട്ടുകാരുടെ സ്വാഭാവിക അവസ്ഥമായ ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ ഇസ്ലാം വൽക്കരിക്കാനുള്ള പദ്ധതിയുടെ പരാജയത്തിന് കാരണമാവുകയും ഇന്ത്യയിൽ വിഭജനത്തിന്റെയും വർഗീയതയുടെയും രാഷ്ട്രീയത്തിൽ അത്യന്തം കുടുങ്ങിക്കിടക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ചരിത്രം ഞാൻ വേറൊരിടത്ത് എഴുതി വെച്ചതാണ്. ഇന്ത്യയിൽ മുഗളന്മാർ വന്ന് എങ്ങനെയാണ് ഇന്ത്യയെ ആക്രമിച്ച് കീഴടക്കിയതെന്നും നിരവധി ക്ഷേത്രങ്ങൾ മുസ്ലിം ജേതാക്കൾ നശിപ്പിച്ചു. റിച്ചാർഡ് എം ഈറ്റൻ മൊത്തം 80 ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ മുസ്ലിം കീഴടക്കിയവർ നശിപ്പിച്ചിട്ടുണ്ട്. നോക്കിക്കോണം എത്ര ക്ഷേത്രങ്ങളാണ് ഇവർ നശിപ്പിച്ചതെന്ന് പറഞ്ഞിട്ട്. ഇവരുടെ ചരിത്രം നിങ്ങളൊന്നും എടുത്തു വായിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്നാൽ ഇത് അസാധാരണമായ കാര്യമല്ല. ഇവിടെ ഹിന്ദു ബുദ്ധ രാജാക്കന്മാർ തമ്മിലുള്ള സംഘർഷങ്ങൾ എതിരാളികളായ ഇന്ത്യൻ രാജ്യങ്ങൾക്കെതിരെ നിരവധി ക്ഷേത്രങ്ങൾ അവഹരിക്കപ്പെട്ടു. വ്യത്യസ്ത ഹൈന്ദവ ദേവതകളെ ആരാധിക്കുകയും കൂടാതെ മുസ്ലിം ഹിന്ദു സ്രോതസ്സുകൾ പ്രകാരം ക്ഷേത്രങ്ങളുടെ സംരക്ഷണം അറ്റകുറ്റപ്പണികൾക്കും ഉത്തരവിട്ട് ഡൽഹി പലപ്പോഴും ഹിന്ദു മന്ത്രിമാരും ഉണ്ടായിരുന്നുവെന്ന്. 1000-നും 1500-നും ഇടയിൽ ഇന്ത്യൻ ജനസംഖ്യ 30 ലക്ഷത്തോളം കുറഞ്ഞുവെന്ന് KS ലാൽ തന്റെ ഗ്രോത്ത് ഓഫ് മുസ്ലിം പോപ്പുലേഷൻ ഇൻ ഇന്ത്യൻ പുസ്തകത്തിൽ അവകാശപ്പെട്ടു. അങ്ങനെ ഇന്ത്യയിൽ ഇവന്മാര് വന്ന് നടത്തിയ അധിനിവേശത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ എന്ത് ചെയ്തത് ഈ മുഗളന്മാർ. ആ ചരിത്രം ഞാൻ എവിടെയോ എഴുതി വെച്ച് അതൊന്ന് വായിച്ച് കേൾപ്പിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വേഗത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ഒരു മിനിറ്റ്.
אבא שלי מלך העולם. ഓക്കെ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇന്ത്യക്കകത്ത് ഇവന്മാർ നടത്തിയ ഏറ്റവും കൂടുതൽ, അതായത് ഇസ്ലാമിക ടെററിസം ഇന്ത്യക്കകത്ത് അന്ന് മുതലേ കൊണ്ടുവന്ന് അങ്ങനെ ഇന്ത്യയെ പിടിച്ചടക്കിയാണ് സത്യത്തിൽ ഇത്രത്തോളം ഇവന്മാർ വളർന്ന് ഇന്ത്യയിൽ പന്തലിച്ചത് തന്നെ. ഇനിയിപ്പോൾ ഇവർക്ക് വേണ്ടത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ മൊത്തത്തിൽ പിടിച്ചടക്കുക എന്ന് പറയുന്ന ലക്ഷ്യമാണ് ഇവർക്ക് വേണ്ടത് തന്നെ. ആ ലക്ഷ്യം നടത്തിയെടുക്കുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ വഖഫ് എന്ന് പറയുന്ന ഈ അധിനിവേശം ഇപ്പോൾ നിലനിൽക്കുന്നത് തന്നെ. അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നത് ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിക്കാരാണ്. മനസ്സിലായോ? ഈ വഖഫിന്റെ അധിനിവേശത്തിന് ഇന്ത്യയിൽ കോൺഗ്രസ് പാർട്ടി ഇതിനെന്ത് ചെയ്യാണ്, ഒത്താശ ചെയ്തു കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഇവന്മാര് മുഴുവനും ഇന്ത്യയെ ഇപ്പോൾ പിടിച്ചടക്കാനുള്ള ശ്രമം നടത്തുന്നത്. അതിന് ഇവർക്ക് കൊടുത്തിരിക്കുന്ന നിയമപരിരക്ഷയാണ് ഇതിന് ഏറ്റവും മൂലകാരണം എന്ന് പറയുന്നത്. ഇതിനെ പൂർണ്ണമായും എടുത്തു മാറ്റുക എന്നുള്ളതാണ് നമുക്ക് ഇനിയിപ്പോൾ ഇന്ത്യക്കകത്ത് സമാധാനത്തോടെ ജീവിക്കുക എന്ന് പറയുന്നതിന്റെ പിന്നെ രഹസ്യം. അല്ലാതെ നമുക്ക് ഒരിക്കലും ഈ കള്ളത്തരം പറയുന്ന, ഈ തക്കിയ പറഞ്ഞ് നടക്കുന്ന ഈ കള്ളത്തരം, അതായത് ഇവന്മാർക്ക് എങ്ങനെ ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെയും കാഫറിന്റെയും മുഖത്ത് നോക്കിയിട്ട് ഇവന്മാർക്ക് ഖുർആൻ എന്ന് പറയുന്ന പുസ്തകവും വെച്ചുകൊണ്ടിരുന്നിട്ട് ഇവന്മാർക്ക് എങ്ങനെ നമ്മളെ സഹോദരങ്ങളെന്ന് വിളിക്കാൻ പറ്റും? ഞാൻ അറിയാണ്ട് ചോദിക്കുക. ഇവിടെ കണ്ട ഹിന്ദുക്കളെ, അതായത് ബഹുദൈവ വിശ്വാസികളെ കണ്ടയിടത്ത് വെച്ച് വെട്ടിക്കൊല്ലണമെന്ന് പഠിപ്പിക്കുന്ന ഒരു പുസ്തകം കയ്യിൽ വെച്ച് അത് പരിശുദ്ധ ഖുർആനെന്നും അത് അന്ത്യകാലം വരയ്ക്കുമുള്ള പുസ്തകമെന്നും പഠിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് അതേ നാവ് കൊണ്ട് തന്നെ കള്ളം പറഞ്ഞിട്ട് പറയുകയാണ് അത് ആ കാലഘട്ടത്തിൽ എഴുതിയതാണ്. ആ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ കീറിക്കളയണം. എന്തേ കീറിക്കളയാട്ടത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സമ്മതിക്കണം, ഈ ഖുർആൻ എന്ന് പറയുന്നത് എന്നേക്കുമുള്ള ഖുർആൻ അല്ല, അത് ഒരു കാലഘട്ടത്തിന് വേണ്ടി മാത്രം എഴുതപ്പെട്ട ഖുർആനാണ്. സമ്മതിക്കണം. ഇത് ഇരുട്ടത്താപ്പാണ്. സമയത്തിന് നമ്മൾ ഈ സത്യങ്ങൾ പുറത്തേക്ക് എടുത്തിടുമ്പോഴത്തേക്കും ഉടനെ അത് കാലഘട്ടത്തിലേക്കുള്ളതായി മാറുകയാണ് ഇവന്മാർക്ക്. അപ്പോൾ ഇന്ത്യയിൽ സകല ഹിന്ദുക്കളെയും കൊന്നെടുക്കണമെന്നും ലോകം മുഴുവനും ഇസ്ലാം മതമാക്കി തീർക്കണമെന്നും എല്ലാം പറഞ്ഞിരിക്കുന്ന പുസ്തകത്തെ ഫോളോ ചെയ്തിട്ട് അത് പരിശുദ്ധ ഖുർആനാണ്, അതനുസരിച്ച് ജീവിച്ചാലേ സ്വർഗത്തിൽ 72 ഹൂറിമാരെ കിട്ടത്തോളെന്ന് പഠിപ്പിക്കുന്ന ഇവന്മാര് എന്ത് ബേസിലാണ് നമ്മുടെ അടുത്ത് വന്നിട്ട് സഹോദരങ്ങളെ എന്ന് വിളിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്ത. ഒരു മിനിറ്റ്. എന്ത് ബേസിലാണ് ഇവന്മാര് സഹോദരങ്ങളെ എന്ന് വിളിക്കുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് എന്താണ് ഇതിന്റെ പിന്നെ രഹസ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ വളരെ തക്കിയാണ്. തക്കി എന്ന് വെച്ചാൽ കള്ളം പറയുക. കള്ളം പറഞ്ഞു പറഞ്ഞ് 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 ആ കള്ളത്തിന് മേലിൽ ഇവിടെ രാജ്യം പണി കഴിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് കണ്ടോ? ഇത് നമ്മുടെ തേക്കടിയിൽ വന്ന ഒരു യഹൂദനും ഫാമിലിയുമാണ്. അവരെ കടകളിൽ കയറ്റാതെ ആട്ടിപ്പുറത്താക്കിയ ഇസ്ലാം സമൂഹമാണ്. നോക്കിക്കോണം, ഇവന്മാരെ വിശ്വസിക്കാൻ കൊള്ളില്ല. I did a mistake. Okay, sorry. Okay. What was your mistake? What was your mistake? Mistake is, or I still have. നാട്ടുകാർ കയറി കയ്യോടെ പിടിച്ചപ്പോഴത്തേക്കും അവിടെ ഉണ്ട ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പ്രതികരിച്ചപ്പോഴത്തേക്കും ഇപ്പൊ മിസ്റ്റേക്കായി. No. I am not saying about that. So what do you think? Nothing. I said, he said so. I was also sorry. But do you think I'm a bad person? അയ്യോ, തക്കിയ കുട്ടമ്മയുടെ കള്ളം കണ്ടോ? Do I hate you? No. I tend to lie. Sometimes hate, otherwise we can respect. തക്കിയ കുട്ടമ്മയുടെ കള്ളം കണ്ടോ നിങ്ങൾ? Sometimes it's my daughter. Yes. And I Do you know what will happen next time?
here. We do came here anything because for you. I Even came if here. you're Muslim, I'm Jew, I didn't do anything I'm for you. staying with the Muslim family Yes, tonight. I'm respecting everyone. I respect Muslim, Jewish, Okay, your family. Christian, No, no, Hindu. I'm, all the human. This is not the right way. I'm agree This with is you. not the Indian way. No, no, no. We should respect You you. don't behave like a proper Indian. Yes, 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 yes. എല്ലായിടത്തും യഹൂദന്മാരെ ആക്രമിക്കണം എന്നൊരു കൂട്ട അജണ്ടയാണ്. എവിടെ യഹൂദന്മാരെ കണ്ടാലും ആക്രമിക്കണം എന്നുള്ള ഇവരുടെ കൂട്ട അജണ്ടയുടെ ഒരു ഭാഗമാണ്. ഒരു യഹൂദൻ കടയിൽ കയറിയ അവൻ ആഹാരം കൊടുക്കത്തില്ല. ഇത് ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും നാളെ വരാൻ പോകുന്ന ഗതിയാണ്. ഇതേ ഗതി ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഇന്ത്യ മഹാരാജ്യത്ത് വരാൻ പോവുകയാണ്. ഇതേ ഗതികേട് ഇന്ത്യ മഹാരാജ്യത്ത് ഇനി ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും വരാൻ പോവുകയാണ്. ഇവന്മാരുടെ കടകളിലൊന്നും ഇവന്മാർ ഈ കടകൾ മുഴുവനും സ്വന്തമാക്കുകയാണ്. അലിയാർ ഹാസ്മി ഇപ്പൊ പറഞ്ഞത് കേട്ടില്ലേ നിങ്ങൾ? കടകൾ മുഴുവനും നിങ്ങൾ എന്ത് ചെയ്യണം? വഖഫിന്റെ സ്ഥലങ്ങളെല്ലാം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? മസ്ജിദുകൾ പണിയണം.